അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനിതിര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോയി വർഗീസ് അവറുകളാണ്. ഡൽഹിയിൽ പാർത്തുകൊണ്ട് കർത്താവിന് വേണ്ടി സുദീർഘമായ വർഷങ്ങൾ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവദാസിനെ കുടുംബമായി ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് അവിടെ നിന്ന് തനിക്ക് നേരിട്ടതായ ഒരുപാട് തിക്ത അനുഭവങ്ങളുടെ ഓർമ്മകളും സ്നാനത്തിലേക്ക് തന്നെ നയിച്ചതായ അനുഭവങ്ങളിൽ തനിക്കുണ്ടായ ഒരുപാട് എതിർപ്പുകൾ, പ്രതികൂല സാഹചര്യങ്ങളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി എൻ്റെ ഒരുപാട് ഓർമ്മകൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതൊരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ച രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാവുന്നതാണ്. തുടർന്ന് നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോയി വർഗീസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമീപിച്ചൊഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അരോമ ടി വിയിലൂടെ സാക്ഷ്യം പറയുവാൻ വേണ്ടി എനിക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ വിലയേറിയ ദാസനെ ഡാനിയൽ ജോൺ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കർത്താവ് തന്നെയും തൻ്റെ മിനിസ്ട്രിയെയും തൻ്റെ കുടുംബത്തെയും സമയം അനുഗ്രഹിക്കട്ടെ. ഗ്ലോബൽ പ്രയർ വാരിയേഴ്സിലുള്ള പാസ്റ്റർ KT ജോസഫ് ആണ് എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തത്. ആ ദൈവദാസിനെയും ഈ സമയം ഞാൻ ഓർക്കുന്നു. എൻ്റെ പേര് ജോയി വർഗീസ് എന്നാണ്. ഞാൻ നീണ്ട വർഷങ്ങളായി 1981 മുതൽ ഡൽഹിയിലായിരിക്കുന്നു. എൻ്റെ ഭാര്യ ഗ്ലോറി വർഗീസ്. എനിക്ക് 2 ആൺമക്കളെയാണ് ദൈവം തന്നിരിക്കുന്നത്. ഒന്ന് ജിജോ വർഗീസ്, അടുത്തത് ജിൻഡോ വർഗീസ്. ഇരുവരും കുടുംബസ്ഥരാണ്. മൂത്ത മകന് 2 കുഞ്ഞുങ്ങളുണ്ട്. അവര് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് ഈ ഡൽഹി പട്ടണത്തില് ഞാൻ ഏകനായിട്ടാണ് കടന്നു വന്ന് രക്ഷിക്കപ്പെട്ടവനായിട്ട് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊരു മർത്തോമ സമുദായത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ മാതാപിതാക്കള് മർത്തോമ സഭയോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. എൻ്റെ മാതാവ് ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്, 90 വയസ്സോളം ഉണ്ട്. പിതാവ് 1993 ഡിസംബർ മാസത്തിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. ഏറ്റവും മൂത്തതാണ് ഞാൻ. എൻ്റെ ഇളയ 4 പേരുണ്ട്. 2 സഹോദരന്മാർക്ക് ശേഷം ഒരു സഹോദരിയും അതിൻ്റെ ഇളയൊരു ബ്രദറും ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഇളയ ബ്രദറും അതുപോലെ എൻ്റെ നേരെ ഇളയ സഹോദരനും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഏറ്റവും ഇളയ സഹോദരന് വിശ്വാസത്തിലായിരുന്നു. അദ്ദേഹം വിവാഹം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു പൈതലുണ്ട്. അതായത് ജമ്മു കാശ്മീർ ഉണ്ടായിരുന്ന പാസ്റ്റർ AM ശമൂലിൻ്റെ മകളെയാണ് എൻ്റെ ഇളയ സഹോദരൻ വിവാഹം കഴിച്ചത്. അവൻ ലോകത്തിൽ മാറ്റപ്പെട്ടെങ്കിലും അവൻ്റെ ഭാര്യയും പൈതൽ ഈ സമയങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഒരു വിവാഹം കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞുണ്ട്. അവർ കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. മറ്റ് സഹോദരങ്ങൾ ആരും തന്നെ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഞാൻ പഠനത്തിന് ശേഷം എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് തിരുവല്ല എന്ന സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സ്വദേശം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ വെണ്ണിക്കുളം വാളക്കുഴി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് പഠിച്ചു. എൻ്റെ പിതാവ് എന്നെ പാസ്പോർട്ടൊക്കെ എടുത്ത് തന്ന വിദേശത്ത് അയക്കുവാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചെങ്കിലും അത് സഫലമായില്ല. ഞാൻ അതിനുശേഷം എൻ്റെ മാതാവ് രോഗിയായി തീർന്നു. രോഗത്താൽ വളരെ ഭാരപ്പെട്ടു. പല ഇടങ്ങളിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. അവസാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ പ്രോബ്ലമാണ്
ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്താലും സക്സസ് ആകുമെന്ന് ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പിന്നെ ഡിസ്ചാർജ് ആയി വീട്ടിൽ കോണത്തിൽ കൊണ്ടുവന്നു. എന്നാൽ ഞാൻ ഏറ്റവും മൂത്ത മകനാണ്. ഞങ്ങളുടെ വീട്ടിലെ ഫാദർ ബിസിനസ്സും കൃഷി പണി ജോലികളൊക്കെയാണ്. അദ്ദേഹം വളരെ തിരക്കിലാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പലവിധമായ വിഷമങ്ങൾ പ്രയാസങ്ങൾ ആ സാഹചര്യത്തിൽ ഉണ്ടായി. മാതാവാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. വീട്ടിൽ കൊണ്ടുവന്ന് വന്നെങ്കിലും ഒരു സൗഖ്യമില്ലായിരുന്നു. ആ സമയത്ത് ഒരു ഉപദേശി, ഒരു ദൈവദാസന് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരികയും, പ്രായമുള്ള ഒരു ദൈവദാസനാണ് കടന്നു വരികയും അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം ഞങ്ങളോട് പറഞ്ഞു, ഈ മാതാവിന് ദൈവം പരിപൂർണമായി സൗഖ്യം തരും. നിങ്ങൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഉപവാസത്തോടുകൂടി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ ദൈവദാസൻ ഞങ്ങളോടൊപ്പം 3 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയങ്ങളിൽ അദ്ദേഹം രക്ഷയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ഒരു തീരുമാനത്തിലെത്തിക്കുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ഞാൻ 1977 നവംബർ 1-ാം തീയതി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതിനുശേഷം ഞാൻ മർത്തോമ പള്ളികളുടെ ബന്ധത്തിൽ ഞാൻ എൻ്റെ മോശമായ ജീവിതശൈലികളൊക്കെ ആയിരുന്നെങ്കിലും, കൂട്ടുകെട്ടുകളും മോശമായ ജീവിതങ്ങളായിരുന്നെങ്കിലും, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി. തുടർമാനമായി ഞാൻ പള്ളിയിൽ പോകുവാനും പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ് ആകുവാനും ആ സമയത്തായിരുന്ന അച്ഛന് ഒത്തിരി പ്രോത്സാഹനങ്ങളൊക്കെ തന്ന് അവിടെ മരുവായിലെ ദൈവവചനം വായിക്കുവാനൊക്കെ എനിക്ക് അവസരങ്ങൾ ഒരുക്കി തന്നു. യുവജനത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുവാനും അതുപോലെ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുവാനും ഒക്കെ വിവിധ നിലകളിൽ പള്ളിയുള്ള ബന്ധത്തിൽ വളരെ ആക്റ്റീവായിട്ട് മുന്നേറുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. അവിടെ വെച്ചാണ് ഞാൻ യേശുവിനെ സാക്ഷിക്കുന്നതും അതുപോലെ ഭവനങ്ങളിലുള്ള മീറ്റിങ്ങുകളൊക്കെ സാക്ഷ്യം പറയുവാനും ഒക്കെ എനിക്ക് അവസരങ്ങൾ അച്ഛൻ തന്നിട്ടുണ്ട്. ഞാൻ അതുപോലെ ഒരു കൂട്ടുകാരൻ എനിക്ക് ഉണ്ടായിരുന്നു. അതിനുള്ള ബന്ധത്തിൽ ഞാൻ അപ്പോൾ തന്നെ പെന്തക്കോസ്ത് കുലത്തെ വളരെയധികം വെറുക്കുകയും അന്യഭാഷയും അവരുടേതായ ആരാധനകളെയൊക്കെ വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയമുണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് പെന്തക്കോസ്തുകാരുടെ ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ തോടിന്റെ തീരത്തായിരുന്നു. തോട്ടറമ്പിലെ മണല് കൂട്ടി വെച്ചിട്ട് ഹോസ്റ്റലിലെ ഫീസ് ഊരി അവർ അന്യഭാഷ പറഞ്ഞ് ആരാധന തുടങ്ങിയപ്പോൾ മണ്ണ് വാരി എറിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിക്കട്ടെ എന്ന് ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ വിശ്വാസി വന്നതിന് ശേഷം ഞാൻ ആ പാസ്റ്ററെ കണ്ട അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയുണ്ടായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോന് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അമ്മാച്ചൻ പറഞ്ഞു, മോൻ്റെ അടുത്ത് ബാംഗ്ലൂരിൽ പോവാ, അവനൊരു ജോലിയൊക്കെ വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയുണ്ടായി. ബാംഗ്ലൂരിൽ ചെന്ന് ഞാൻ അവിടെ താമസിക്കുമ്പോൾ എനിക്കൊരു ജോലിയൊക്കെ ലഭിച്ചു. എന്നാൽ നാട്ടിൽ നിന്ന് പോകുമ്പോൾ മർത്തോമ പള്ളിയുടെ അച്ഛൻ്റെ ലെറ്ററൊക്കെ ആയിട്ടാണ് പോയത്. ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന് ജാലകളി എന്ന് പറയുന്ന മർത്തോമ ചർച്ചിലെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു. അവിടെ ആക്റ്റീവായി പോയിക്കൊണ്ടിരുന്നു. ആ സമയങ്ങളിൽ അവിടെ നിന്ന് മർത്തോമായി കൂടുന്ന 1-2 ആൾക്കാരെ പരിചയപ്പെട്ടു. ഞങ്ങളുടെ അടുത്ത സ്ഥലമായ വെണ്ണിക്കുളത്ത് വാസികളാണ്. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു നല്ല ജോലിയൊക്കെ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ കെയറോഫിൽ അദ്ദേഹം അവിടുത്തെ അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയിലെ മാനേജരായിരുന്നു. അദ്ദേഹം എനിക്ക് നല്ലൊരു ജോലിയൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നു. ഞങ്ങളങ്ങനെ സന്തോഷമായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്തു പോകുമ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് പനി ഉണ്ടാകുകയും അതിനുശേഷം ചിക്കൻ ബോക്സ് ആയി മാറുകയൊക്കെ ചെയ്തു. ഞാനും വേറൊരു സഹോദരനും കൂടാണ് താമസിച്ചത്. അദ്ദേഹം ചിക്കൻ ബോക്സ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം റൂം വിട്ട് പോയി. ഞാനേകനായി. അങ്ങനെ താമസിക്കുന്ന സമയത്ത് അടുത്ത് ഒരു IPCയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. റാന്നിക്കാരനൊരു തോമസ് പാർസ്. അദ്ദേഹത്തിന് എങ്ങനെയോ അറിവ് കിട്ടി. അദ്ദേഹം എൻ്റെ റൂമിലേക്ക് വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികയും ഇളനീര് തേങ്ങ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരികയും മുന്തിരിങ്ങ അതൊക്കെ കൊണ്ടുതരികയും ദിവസവും രാവിലെയും വൈകിട്ടും എൻ്റെ അടുത്ത് വന്ന് ആമേൻ ക്ഷേമം അന്വേഷിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു.
അദ്ദേഹം ഞാൻ കുളിക്കുന്നത് വരെയും അതിനുള്ള വെള്ളത്തിന്റെ ക്രമീകരണം പോലും ആ ഒരു ദൈവദാസന് എനിക്ക് വേണ്ടി ചെയ്തു. ഞാൻ അപ്പോഴൊക്കെ ചിന്തിച്ച്, എന്താണ് ഇദ്ദേഹം ഇത്രമാത്രം, ഞങ്ങളൊരു പരിചയമില്ല, എന്തുകൊണ്ടാണ് ഇത്രമാത്രം അദ്ദേഹം എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുവാനുള്ള കാരണം എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയൊക്കെ ഇരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, എന്നാൽ അദ്ദേഹം ഒരു ദിവസം പോലും എന്നോട് പറഞ്ഞില്ല എൻ്റെ ചർച്ച് ഇവിടെ ഉണ്ട്, നിങ്ങൾ പെന്തക്കോസ്ത് ചർച്ച് വരണമെന്ന് അദ്ദേഹം എന്നോട് പറയുണ്ടായില്ല. ഞാൻ സൗഖ്യം പ്രാപിച്ച ശേഷവും മർത്തോമായുടെ കൂട്ടായ്മയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. ആ ഏരിയയിൽ എല്ലാ ശനിയാഴ്ച തോറും പ്രയറുണ്ട്. അപ്പം അവിടുത്തെ വരുന്ന ഉപദേശിയോട് ചേർന്ന ഭവനം വിസിറ്റിനും ഒക്കെ എന്നെ കൂടെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെയൊക്കെ ചെയ്തു വന്നിരുന്നു. ആ സമയത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ പാസ്റ്ററുടെ ചർച്ചിന്റെ കെറോപ്പിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. കൺവെൻഷൻ അദ്ദേഹം നോട്ടീസ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇവിടെ കൺവെൻഷൻ ഉണ്ട്, ആ കൺവെൻഷന് നിങ്ങൾ കടന്നു വരണമെന്ന് പറഞ്ഞ് ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹമായിട്ടൊരു ആത്മീയ ബന്ധം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം വിളിച്ചപ്പോൾ കൺവെൻഷന് പോയി. കൺവെൻഷൻ ചെന്നപ്പോൾ ആ മർത്തോമാ പള്ളിയിൽ കൂടുന്ന പല കുടുംബങ്ങളെ അവിടെ ഉണ്ടായിരുന്നു. അവരെ കണ്ടു. അത് കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് പോന്നു. എന്നാൽ അടുത്ത ദിവസം പള്ളിയിൽ ചെന്നപ്പോൾ സംഭവിച്ചത്, അത് മീറ്റിംഗ് കഴിഞ്ഞ് പോരുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്താ നമ്മൾ ഒരു അന്തസ്സുള്ള മർത്തോമാക്കാരൊക്കെയാ, പെന്തക്കോസ്തുമായിട്ട് കൂട്ടുകെട്ടൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. അതിനുശേഷം ഞാൻ തിരിച്ചു പോന്നു. ശനിയാഴ്ച വൈകിട്ടത്തെ കൂട്ടായ്മയിൽ ഞാനും പോയിരുന്നു. അതേ സമയത്ത് അവിടെ പ്രസംഗിച്ച ഉപദേശി പറഞ്ഞു, നമ്മള് സമുദായത്തില് നല്ലൊരു കൂട്ടായ്മയൊക്കെ ഉള്ള ചിലരൊക്കെ പെന്തക്കോസ്തുകാരുടെ വലയില് വീഴാനുണ്ട് എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ച് പറഞ്ഞു. അതിനുശേഷം ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. ഉപദേശി, ഞാൻ പെന്തക്കോസ്തുകാരുടെ എവിടെ ഇതുവരെ പോയിട്ടില്ല, കൺവെൻഷന് പോയി. ആ പാസ്റ്റർ നമുക്ക് കൂട്ടായ്മയോടെ ഉണ്ടായിട്ട്, ഇത്രയും കുടുംബങ്ങൾ ഉണ്ടായിട്ട്, ഞാൻ സുഖമില്ലാതെ ഇത്രയും ദിവസങ്ങളായിട്ട് ആരും എന്നെ കയറി വരികയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. ആ ഒരു പാസ്റ്റർ ഞാൻ വിളിച്ചതല്ല, അദ്ദേഹം അറിഞ്ഞു കേട്ട് ഇത്രമായിട്ട് എൻ്റെ ഒരു ജ്യേഷ്ഠൻ സഹോദരൻ പോലും, സ്വന്തം ആൾക്കാർ പോലും ചെയ്യാത്ത രീതിയിൽ എന്നെ സ്നേഹിക്കുന്നു. അത് അല്ലാതെ കൊണ്ട് എനിക്ക് വേറൊന്നും ഇല്ല, ഞാൻ ഇപ്പോഴും സൗഖ്യം പ്രാപിച്ചിട്ടും മർത്തോമാ പള്ളിയിൽ വന്ന് എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ പള്ളിയിൽ നിന്ന് കപ്പ്യാര് പിരിവിനായിട്ട് വന്നു. എല്ലാ മാസവും കളക്ഷൻ ഉണ്ടല്ലോ. പിരിവിനായിട്ട് വന്നപ്പോൾ അദ്ദേഹവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ദേഷ്യം പോലെ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി പള്ളിയിലും വരുന്നില്ല, നിങ്ങൾ ഇനി മേലാല് എൻ്റെ അടുത്ത് പിരിവിന് വേണ്ടി വന്നേക്കല്ലെന്ന് പറഞ്ഞ് അതിനുശേഷം പള്ളിയിൽ പോക്ക് നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയിക്കൊണ്ട് രാവിലെ 6 മണി തൊട്ട് 2 മണി വരെ, 2 മണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ പാസ്റ്ററെ വഴിവെച്ച് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ, ജോയിക്കുട്ടി എന്ന് വാ, കണ്ടിരിക്കാമെന്ന് പറഞ്ഞ് വെള്ളം കുടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ച് അദ്ദേഹത്തോട് കയറ്റി പടങ്ങൾ വർത്താനമൊക്കെ പറയുകയും പരിചയപ്പെടുകയും ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണെന്നൊക്കെ പറയുകയുണ്ടായി. അദ്ദേഹം കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെയും ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾ രക്ഷിക്കപ്പെട്ട ആളാണല്ലോ, എന്നാൽ സ്നാനപ്പെടേണ്ടത് ആവശ്യമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഉപദേശി, ഞാൻ മർത്തോമാ സമുദായത്തിൽ ജനിച്ചു വളർന്നതാണ്. എൻ്റെ മാതാപിതാക്കള് എന്നെ മാമോദീസ മുക്കി സ്നാനപ്പെടുത്തിയതാണ്. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഉപദേശി, എല്ലാ ജാതികളായവരെ നിങ്ങൾ സ്നാനപ്പെടുത്തിയാൽ മതി എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ അങ്ങനെ പറയുന്നില്ല, എന്നാൽ നിങ്ങളോട് ദൈവം പറഞ്ഞാൽ അനുസരിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ടും ഞാൻ ദൈവവിശ്വാസി ആയതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഞാൻ അതനുസരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം അടുത്ത വായിൽ എന്നോട് പറഞ്ഞു, ഞാൻ ജോയിക്കുട്ടി, ഞാൻ എൻ്റെ ഭാര്യയും താങ്കൾക്ക് വേണ്ടി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്, വിരോധമുണ്ടോ? ഞാൻ പറഞ്ഞു, വിരോധമൊന്നുമില്ല. സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ദൈവദാസൻ 3-ാമത്തെ ദിവസം ഉപവാസം കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ 6 മണിക്ക് ജോലി കഴിഞ്ഞ് പോയി 2 മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം എനിക്കെന്തോ അസ്വസ്ഥത, എനിക്ക് തലവേദനയോ എന്തൊക്കെയോ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന്. ആഹാരം കഴിക്കാൻ മൂടില്ല. ഞാൻ അങ്ങനെ കട്ടിലയിൽ ഇങ്ങനെ കിടന്നപ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. ആമേൻ. അല്പം മയങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ശബ്ദം കേൾക്കുകയാണ്, സ്നാനം എന്നുള്ളത് എൻ്റെ കൽപ്പനയാണ്, നീ അത് അനുസരിക്കണം.
ഞാനപ്പം തന്നെ ചാടി എഴുന്നേറ്റ് നോക്കി. എന്നെ ഉപദേശി പറഞ്ഞതല്ലേ, അദ്ദേഹം എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വന്ന് വിളിച്ചതാണ് പറയുകയായിരിക്കും എന്ന് വെച്ച് ഞാൻ വെളിയിൽ ഇറങ്ങിയെല്ലാം നോക്കിയിട്ട് ആരെയും കാണാൻ പറ്റിയില്ല. രണ്ടാമതും ആ ശബ്ദം കേട്ടു. ഞാൻ രണ്ടാമതും വെളിയിൽ ഇറങ്ങി നോക്കി, ആരെയും കാണാൻ പറ്റിയില്ല. എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന ഉപദേശി എന്നോട് പറഞ്ഞതല്ലേ ദൈവം പറയുമെന്ന്. അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ട് മാറിയതായിരിക്കും എന്ന ചിന്തയിൽ ചെയ്തു. മൂന്നാമത് ഞാൻ ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മുട്ടുകുത്തി ദൈവസനിയില്, ദൈവമേ നിന്റെ ഇഷ്ടമാണ് സ്നാനമെങ്കിൽ ഞാൻ അത് ചെയ്യുവാൻ തയ്യാറാണെന്ന് സമർപ്പിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും കിടന്നു. ആ സമയം ഞാൻ നോക്കിയപ്പോൾ 5:50. ആ സമയത്ത് അല്പം കഴിഞ്ഞപ്പോൾ, ഒരു 6 മണി കഴിഞ്ഞപ്പോൾ ഉണ്ട്, ആ പാസ്റ്റർ വീണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു നീളമുള്ള ചാവിയോ ചാക്കലുണ്ട്. ചാക്കലും കൊണ്ടത് കതവില് തട്ടി. ഞാൻ പറഞ്ഞു, എന്തോ ശല്യമാ, ഒരു സ്വസ്ഥതയില്ല. അദ്ദേഹം ചോദിച്ചു, സോറി ശല്യമായോ? ഞാനാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉപദേശിയാണോ? ഉപദേശിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് അകത്ത് കയറി. ഉടൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനും ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ദൈവാത്മാവിൽ ഞാൻ കണ്ടു ജോയ്ക്കുട്ടി മുട്ടുകുത്തിയിരുന്ന ദൈവസന്നിധിയിൽ സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. ഇത് സമയം 5:50 എന്നെ എന്നോട് പറഞ്ഞു. യേസോ നോ എന്ന് പറഞ്ഞാൽ മതി, മറ്റൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ശരിയാണ് ഉപദേശി, ഞാൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഞമ്മക്കൊരു ചിട്ടയുണ്ട്, നിങ്ങൾ തീരുമാനമെടുത്തെങ്കിൽ, ഞാൻ ഇതുവരെയും ഞങ്ങളുടെ ചർച്ച് വന്നിട്ടില്ലല്ലോ, ഞങ്ങളുടെ ചർച്ചുകളിൽ ആരാധനയ്ക്ക് വന്നിട്ട് സഭാമധ്യേ പറയണം, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, എനിക്ക് സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, അതനുസരിച്ച് താങ്കൾക്ക് വേണ്ടി സ്നാനത്തിനുള്ള ക്രമീകരണം ചെയ്യും. ഞാൻ പറഞ്ഞു, ഇല്ല, എന്നെ ഇപ്പോൾ സ്നാനപ്പെടുത്തുവാൻ പറ്റുമോ? ഇങ്ങനെ ഇപ്രകാരം ചോദിച്ചു. എന്നെ ഇപ്പം സ്നാനപ്പെടുത്തുവാൻ പറ്റുമെങ്കിൽ സ്നാനപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ വേറെ നോക്കിക്കോളാം എന്ന രീതിയിലൊക്കെ പുള്ളിയോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല, അത് ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിന് സാവകാശം വേണമെന്ന് പറഞ്ഞ് പോയതിന് ശേഷം 8 മണി കഴിഞ്ഞപ്പം വീണ്ടും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ദൂരെ ഒരു സ്ഥലത്ത് സ്നാനം നടക്കുന്നുണ്ട്, നാളെ 8 മണിക്ക് തയ്യാറാണെങ്കിൽ ഒരുങ്ങി നിന്നാൽ രാവിലെ ഞാൻ 6 മണിക്ക് വരാം, നമുക്ക് 8 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ബസ്സിന് കയറി പോകണം, 8 മണിക്ക് അവിടെ പോയി നമുക്ക് സ്നാനപ്പെടാം. ഞാൻ പറഞ്ഞു, ഓക്കെ. ഞാൻ ഒരുങ്ങി നിന്നു. ആ ദൈവദാസനോട് ചേർന്ന് പോയി ഞാൻ സ്നാനപ്പെട്ടു. അങ്ങനെ എൻ്റെ സ്നാനം കഴിഞ്ഞു. എന്നാൽ ആ സ്നാനം കഴിഞ്ഞെന്നറിഞ്ഞ് എൻ്റെ അമ്മാച്ചൻ്റെ മകൻ്റെ ഗർഭത്തിലാണ്. അവരൊക്കെ അറിഞ്ഞിട്ട് ആ ദൈവദാസനെ അടിക്കാനും വെള്ളം ഉണ്ടാക്കാനും ഒക്കെ വന്നെങ്കിലും അദ്ദേഹത്തെ പിടിച്ചുകൊള്ളുകയൊക്കെ ചെയ്തെങ്കിലും കൈവെപ്പാൻ ദൈവം സമ്മതിച്ചില്ല. വിധത്തിൽ ദൈവം അങ്ങനെ ആ ദൈവദാസനുമായിട്ട് പിന്നീട് ഞാൻ കൂട്ടായ്മ ആചരിക്കുവാനും സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ആരാധനയ്ക്ക് പോകുവാനും ഒക്കെ എനിക്ക് ഇടയാക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഉടൻ തന്നെ മർത്തോമായിലെ വറീസ് എന്ന് പറയുന്ന ഒരു സാറാണ് എനിക്ക് ജോലി വെച്ചത്. അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു, ശരിയാണോ എന്ന് ചോദിച്ചു. സ്നാനപ്പെട്ടോ? ആരാ നിങ്ങളെ വശീകരിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ ആ രീതിയിലൊക്കെ സംസാരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടെന്നുള്ളത് ശരിയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവിടെ ജോലിക്ക് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാരമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം എൻ്റെ അടുത്ത റൂമിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സംഭവിച്ചതൊക്കെ പോകട്ടെ, ഒരു ക്ഷമ ചോദിച്ചാൽ മതി, ഇനി മേളിൽ പെന്തക്കോസിൽ പോകാതെ സ്നാനപ്പെട്ട തെറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ജോലി ചെയ്യാം, നല്ല ജോലിയൊക്കെ അല്ലേ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ദൈവം എന്നോട് പറഞ്ഞ് അനുസരിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ക്ഷമ ചോദിച്ചിട്ട് എനിക്ക് ജോലിയുടെ ആവശ്യമില്ല എന്ന് പറയുകയും പിന്നെ ജോലിക്ക് ഞാൻ പോയില്ല. പിന്നെ അവരുടെ ശമ്പളം കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തു. ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. നാട്ടിൽ പോവുക. അതിനിടയ്ക്ക് ഞാൻ സ്നാനപ്പെട്ടു എന്നുള്ള വിവരം ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വീട്ടിലേക്ക് കത്തെഴുതി. ആ സമയം കത്തെഴുതിയപ്പോൾ പിന്നെ അവർ പറഞ്ഞത് എന്തുവാ, ഇങ്ങനെ ഒരു മകൻ ഞങ്ങൾക്കില്ല, ഈ വീടുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള റിപ്ലൈ ആണ് എനിക്ക് വന്നത്. ഞാൻ 6/11/1980 സ്നാനപ്പെട്ടത്. അങ്ങനെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ എല്ലാ പ്രാവശ്യവും
ഞാൻ എനിക്ക് ജോലി കിട്ടുമ്പോൾ ശമ്പളത്തിന്റെ പൈസയൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. ആ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ ചെന്നു. ഞാൻ തിരുവല്ല സ്റ്റേഷനിൽ എൻ്റെ ഫാദർ എല്ലാ പ്രാവശ്യവും കാറുമായിട്ട് കാണുന്ന ഞാൻ നോക്കി. എൻ്റെ ഫാദറിനെ കണ്ടില്ല, ആരെയും കണ്ടില്ല. അവിടുന്ന് പിന്നെ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് കടന്നു ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ഇച്ചിരി കയറ്റത്തിലാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്. അവിടെ ഓട്ടോയിൽ നിന്നിറങ്ങി സാധനങ്ങളുമായി ഞാൻ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ പിതാവ് വീട്ടിൽ നിന്നിറങ്ങി താഴോട്ട് വരുന്നു. എന്നെ കണ്ട ഭാവം നടിക്കാതെ ഒരു സൈഡിൽ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ സ്പീഡിൽ അങ്ങ് പോയി. ഞാൻ അവിടുന്ന് സാധനവുമായി വീട്ടിൽ കയറി ചെന്നു. വീട്ടിൽ ചെന്ന് എൻ്റെ മാതാവോ എൻ്റെ സഹോദരങ്ങളോ ആരും എൻ്റെ അടുത്ത് വരുവോ, ഇവിടെ നിന്ന് വരികയാണെന്ന് ചോദിക്കുക പോലും ചെയ്യാത്ത ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ ഒരു വീട്ടിനകത്ത് മുറി കയറി സാധനങ്ങൾ വെച്ച് ഡ്രസ്സ് മാറി ഒരു പായെടുത്ത് താഴെ കിടന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ ആഹാരമൊന്നും കഴിച്ചില്ല. ഞാൻ ഉറങ്ങിപ്പോയി. എന്നെ ആരും വിളിച്ചതായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ഭയങ്കര വിശപ്പോട് രാത്രി എഴുന്നേറ്റപ്പോൾ ആഹാരമൊക്കെ അവിടെ അടച്ച് ഭദ്രമായിട്ട് വെച്ചിരിക്കുന്ന കണ്ടു. ആർത്തിയോടെടുത്ത് കഴിച്ച് വീണ്ടും കിടന്നുറങ്ങി. എന്നാൽ നേരം വെളുത്ത് രാവിലെ അടുത്ത ദിവസം സൺഡേ രാവിലെ എൻ്റെ പിതാവ് എന്നെ വിളിച്ചു. ജോയി, ഇങ്ങോട്ട് വന്നേ. ഞാൻ ചെന്നു. അതുകൊണ്ട് പറഞ്ഞു, നീ ഞങ്ങളെ നാണം കെടുത്തി. ഇത്രയധികം ഞങ്ങൾക്ക് നാണംകേട് സംഭവിക്കാൻ ഇനിയില്ല. അതുകൊണ്ട് നീ ഇവിടെ അലമാരിയിൽ ഇരിക്കുന്ന മുണ്ട് എടുത്ത്, ഞാൻ പാണ്ടാണ് ഇട്ടെങ്കിൽ മുണ്ട് എടുത്ത് ഉടുത്തുകൊണ്ട് പള്ളിയിൽ പോകണം. ഇനിയും ഞങ്ങളെ നാണക്കെടുത്തല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകത്തുമില്ല. ഞാൻ എങ്ങും പോയി നിങ്ങളെ നാണം കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയില്ല. അന്ന് അവരെല്ലാവരും പള്ളിയിൽ പോയി. ഞാൻ ഞങ്ങളുടെ തെങ്ങും തോപ്പിൽ പോയി ഇരുന്ന് ആ സമയങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കുവാൻ്റെ കൊണ്ട് ദൈവം എനിക്കിടയാക്കി. ഞാൻ മാർച്ച് വരെ ഞാൻ ജനുവരിയിലാണ് നാട്ടിലേക്ക് പോകുന്നത്. മാർച്ച് വരെ അവിടെ താമസിച്ചു. ഒരു പ്രശ്നങ്ങളുമില്ലാതെ സാഹചര്യങ്ങളൊക്കെ മാറ്റപ്പെട്ടു. സന്തോഷത്തോടെ ആ സമയത്ത് എനിക്ക് ഡൽഹിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ പെരമ്മയുടെ മകൻ ഡൽഹിയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഡൽഹിക്ക് വരാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളായി. ഞാൻ അവിടെ നിന്ന് മാർച്ച് ലാസ്റ്റിൽ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഞാൻ ഏപ്രിൽ 1 തീയതി 1981 ഞാൻ ഡൽഹിയിൽ എത്തുകയുണ്ടായി. അവിടെ കടന്നു വന്ന് അവിടെയുള്ള ആ സഹോദരനോടുകൂടെ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊപ്പം താമസിച്ചതുകൊണ്ട് അവിടെ താമസിച്ചു. അവിടെയുള്ള ആത്മീയ കൂട്ടായ്മയിൽ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടായ്മയിൽ ഇന്നപ്പോൾ എല്ലാവരും, ഞാൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇവിടെ കാത്തിരിപ്പിയോഗം നടക്കുകയാണ്. എല്ലാവരും ആത്മാവിൽ നിറയുന്നു. ഞാനപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത് സത്യമാണെങ്കിൽ എന്നെയും നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് ഞാനും ദിവസങ്ങളിൽ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത്യന്തമായ ശക്തി എന്നിലേക്ക് പകരുകയും ഞാനവിടെ ആത്മാവിന്റെ നിയന്ത്രണമില്ലാതെ ഞാൻ ആരാധിക്കുകയും എൻ്റെ സൗകര്യക്കാരൊക്കെ എന്നെ പിടിച്ച് കൺട്രോൾ ചെയ്യായിരുന്നു. ഇത്രമാത്രം ഒരു വലിയ ശക്തിയാൽ ദൈവം എന്നെ നിറച്ചു. അങ്ങനെ സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മാവ് സ്നാനം പ്രാപിക്കാനും ദൈവം എനിക്ക് അവസരം ഒരുക്കി. അതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന് റൂം മാറേണ്ട വന്നപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കർത്താവിൻ്റെ ദാസനുമായി ഞാൻ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം കുടുംബമായി എന്നെ വിസിറ്റ് ചെയ്യുകയും അവിടെയുള്ള അടുക്കളായിരുന്നുകൊണ്ട് അവിടെയുള്ള കൂട്ടായ്മ ചെറിയൊരു കൂട്ടായ്മ 5-10 പേര് കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആ ദൈവദാസനോട് ചേർന്ന് കൂട്ടായ്മയ്ക്ക് കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെയും ദൈവാത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നീ എൻ്റെ വേലയ്ക്കുള്ളവനാണ്, നീ എൻ്റെ വേല ചെയ്യണം, ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ അതിന് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ പറഞ്ഞു, സുവിശേഷ വേല ഞാൻ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ജോലിയോട് ചെയ്തോളാം, ജോലി വിട്ടൊരു സുവിശേഷം ഞാൻ ചെയ്യത്തില്ല എന്ന് ഞാൻ തീരുമാനമെടുത്ത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഒരു ദൈവാസൻ എൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു, നീ ദൈവവേല ചെയ്യത്തില്ല എന്ന് പറഞ്ഞ മോശയെ പോലെ ഒഴിഞ്ഞു മാറുവാൻ ആഗ്രഹിക്കുവാണോ? എന്നാൽ നിനക്ക് കഴിവില്ല എന്ന് പറയുന്നു. എന്നാൽ മോശയെ ഉപയോഗിച്ച ദൈവം നിന്നെ ഉപയോഗിക്കും. നിനക്ക് തടിച്ച നാവുണ്ട്, കഴിവില്ല, വേറൊരാൾക്ക് എന്നൊക്കെ നീ മനസ്സിൽ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവാത്മാ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ എന്നിട്ടും അതിനും വഴങ്ങിയില്ല.
അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ജോലിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ കൂട്ടായ്മയ്ക്കൊക്കെ പോകുന്നു. പാസ്റ്ററോട് കൂടെ സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ സൈക്കിളിന്റെ പുറകിലിരുന്ന് വിസിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ റെഡിയല്ലായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ രോഗിയായി തീർന്നു. 82 ആമേൻ ജൂലൈ മാസത്തില് എന്നെ ദൈവം പിടിച്ചു, രോഗിയായി തീർന്നു. ഞാൻ ESA ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് എടുത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ആ നാള് എനിക്ക് യാതൊരു കുറവുമില്ല. അവിടുന്ന് തന്നെ റെഫർ ചെയ്തു സബ്ദർജൻ, ഡൽഹിയിലുള്ള സബ്ദർജൻ ഹോസ്പിറ്റലില്, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, അവിടെയും ചെന്ന് മെഡിസിനൊക്കെ എഴുതി തരികയും എടുക്കുകയൊക്കെ ചുറ്റുപാടൊക്കെ ചെയ്തു. ദിവസം നേരത്തും എൻ്റെ ശരീരം ക്ഷീണിക്കുന്നതും എൻ്റെ വിശപ്പില്ലാതാകുന്ന അവസ്ഥയാണ്. അവിടുന്ന് ഓൾ ഇന്ത്യയിലേക്ക് വേറൊരു സൗരം മുഖാന്തരം അവിടെയും പോയി ഡോക്ടറെ കാണുവാനും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുവാനും ഇടയായി. എന്നാൽ എനിക്ക് ഒരു കുറവുമില്ല. ഞാൻ തീരെ കിടപ്പിലായി, ആഹാരം ഒന്നും കഴിക്കാത്ത ഒരു അനുഭവങ്ങളിലേക്കായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റൂമില് എല്ലാ ദിവസവും പാസ്റ്റർ വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട്. ചില സൗകര്യമാർ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വീട്ടിലിരിക്കുന്നവരും പ്രായമുള്ള അവരൊക്കെ എൻ്റെ വന്ന് നോക്കുകയും, ഇനി ഞാനപ്പം കഴിക്കുന്നത് വെറും ആഹാരമൊന്നുമില്ല, ഗ്ലൂക്കോസ് വെള്ളമാണ് അത് കുടിക്കുന്നത്. അവസാനം വന്നിട്ട് ചിറി നനയ്ക്കുന്ന അനുഭവങ്ങളിലേക്ക് പോയി. അങ്ങനെ മരണത്തോട് മല്ല പിടിക്കുന്ന ഒരു അനുഭവത്തിൽ ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഇവിടെ അടുത്ത് മോത്തിനാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കുന്ന ഒരു ഡോക്ടറെ, മലയാളി ഡോക്ടറെ സൗരന്മാർ വിളിച്ചുകൊണ്ട് വന്നു. ഹിന്ദുവാണ് അദ്ദേഹം. എന്നെ നോക്കിയിട്ട് മെഡിസിൻ എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഡോക്ടർമാര് എഴുതിയെന്നല്ലാതെ ഇദ്ദേഹത്തിന് യാതൊരു രോഗമുള്ളതായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തില് ഈ മെഡിസിന് നിർത്തി നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിനല്ലാണ്ട് ഇത് വിടുവിക്കാൻ കഴിയത്തില്ലെന്ന് ഹിന്ദു ഡോക്ടർ പറയുണ്ടായി. ആ സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചു ഇനി മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല, ദൈവസനെ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും വീട്ടില് വൈകിട്ട് എൻ്റെ റൂമില് പ്രാർത്ഥനയുണ്ട്. ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സൗരങ്ങള് ബാൽക്കണിയുണ്ട്, ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്ന് അവര് സംസാരിക്കുകയാണ്. പറയുകയാണ്, ഈ സഹോദരന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കെല്ലാവരും പ്രയാസമായി തീരും. എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹം ഒറ്റയ്ക്ക് വിശ്വാസി വന്നതാണ് എന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. കേട്ടപ്പോൾ ഞാൻ കമ്പിളി പുതച്ച് കിടക്കുകയാണ്. എനിക്ക് സംസാരിക്കാൻ പോലും കഴിവില്ല. ഞാൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ഫീലിംഗ് ഉണ്ടായി. ഞാൻ ദൈവത്തോട് പറയുണ്ടായി, കർത്താവേ, എന്നെ ഇത്രമാത്രം ഒരു ലാഭമില്ല സ്നേഹിക്കുകയും എന്നോട് സഹകരിക്കുകയും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണല്ലോ അവർക്ക് ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇവർക്കൊരു പ്രയാസമായി തീരല്ലേ ദൈവമേ. അതുകൊണ്ട് കർത്താവ് എന്നെ സൗഖ്യമാക്കുകയാണെങ്കിൽ ഞാൻ എഴുന്നേറ്റാൽ ഞാൻ നിന്റെ വേല ചെയ്യും എന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു. ദൈവം എന്നെ തൊട്ടു. ഞാൻ മുഴുവൻ അങ്ങ് വേർത്തിന് ശേഷം ഇരിക്കുമ്പോൾ ഒരു സഹോദരന് റൂമിലേക്ക് ബാൽക്കണിയിൽ നിന്ന് ഒരാൾ അകത്തേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തെ ശബ്ദം എനിക്ക് വരുന്നില്ല, ഞാൻ ആംഗ്യം വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞ് എൻ്റെ കമ്പിളി എടുക്കുക, എനിക്ക് ഭയങ്കരമായി ഉഷ്ണിക്കുന്നു. അദ്ദേഹത്തിന്റെ കമ്പിളി പുതപ്പ് മാറ്റിയതിന് ശേഷം ഞാൻ പരവേശം ഭയങ്കരം വെള്ളം ആവശ്യപ്പെട്ടു. അവര് ഗ്ലൂക്കോസിന്റെ വെള്ളം തിരി നനയ്ക്കാനായിട്ടൊക്കെ കൊണ്ടുവന്നു. ഞാൻ വാ പൊളിച്ചു കൊടുത്ത് എനിക്ക് വെള്ളം വേണം. ആ വെള്ളം ഒഴിച്ചു വന്നു, മുഴുവൻ കുടിച്ചു. പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ കുടിച്ചു. ഭയങ്കര പരവേശം. ദൈവം എന്നെ തൊട്ടു. എനിക്ക് പരിപൂർണമായ ഒരു സൗഖ്യം തന്നു. സ്തോത്രം. ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്തപ്പോൾ, ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ചെയ്തു. ദൈവം എന്നോട് കരുണ കാണിച്ച് എനിക്ക് പൂർണ്ണമായ വിടുതൽ തന്നു. ഞാൻ ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ ഇതിന് വഴങ്ങാതെ പോയപ്പോൾ എന്നെ കൊളുത്തിട്ട് പല പ്രാവശ്യങ്ങൾ ദിവാലോനെ കിട്ടിട്ട് അതിന് മറുത്തു നിന്ന് ദൈവം എന്നെ കൊളുത്തിട്ട് പിടിച്ചു. ഞാൻ എൻ്റെ പിതാവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ സമർപ്പിച്ചെങ്കിലും ഞാൻ ശരീരമായി വളരെ ക്ഷീണാവസ്ഥയിലാണ്. ഞാൻ ദൈവത്തോട് പിന്നീട് പറഞ്ഞു, കർത്താവേ, എനിക്കൊരു 3 മാസം എഴുന്നേറ്റ് ജോലി ചെയ്യുവാനുള്ള ഒരു സാവകാശം ദൈവമേ നീ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. എന്നാൽ ദൈവം എനിക്ക് അതിന് അവസരം തന്നില്ല.
ഞാൻ ഇച്ചിരി ബലം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ താമസിക്കുന്ന ആൾ എനിക്ക് റൊട്ടിയൊക്കെ ആഹാരം റൊട്ടിയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തരും. ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. 9 മണിക്ക് എനിക്ക് പോയാൽ മതി. ഞാൻ ആ സമയത്ത് ഒരുങ്ങിയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് കടലെരിച്ചു കയറുന്ന പോലെ വലിയൊരു തലവേദന ഇങ്ങോട്ട് വരും. ഞാൻ കട്ടിലേൽ അയ്യോ എന്ന് പറഞ്ഞ് കിടന്നാൽ 11 മണി കഴിയുമ്പോഴാണ് ഞാൻ ഒരു ബോധമാകുന്നത്. അതുവരെ മയങ്ങിക്കിടക്കും. സ്ഥിരം എല്ലാ ദിവസവും അങ്ങനെ. ഞാനൊരു ദിവസം 11 മണി കഴിഞ്ഞപ്പോൾ കർത്താവേ, ഇങ്ങനെയായാൽ എങ്ങനെയാണ്? എനിക്ക് കടഭാരമുണ്ടല്ലോ, ബാധ്യതകളുണ്ടല്ലോ, എൻ്റെ കടഭാരം എങ്ങനെ മാറും? ഇന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവനോട് സംസാരിക്കുകയാണ്. നിന്റെ കരങ്ങളിൽ ഞാൻ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ വിശ്വസ്തയോടുകൂടെ നീ ചെയ്താൽ മതി. നിന്റെ കരത്താർശനത്താൽ പല രോഗികളെ സൗഖ്യമാകും, അത്ഭുതങ്ങൾ നടക്കും. നിന്നിൽ കൂടെ വലിയ പ്രവൃത്തി ഞാൻ ചെയ്തെടുക്കും. നീ അതിനായി സമർപ്പിക്കുക. ഞാൻ നിന്നെ ദൈവകരങ്ങളെ സമർപ്പിച്ചു. അങ്ങനെ ഞാൻ ബലപ്പെട്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇനിയും റിസൈൻ കൊടുക്കും. ഞാൻ ഇനി ജോലിക്ക് തുടർന്ന് പോവുകയില്ല എന്ന് പരിപൂർണമായൊരു തീരുമാനമെടുത്തു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ചർച്ചില് സഭയിലൊരു കൂട്ടായ്മ അടക്കുന്നതിന് അതിനുവേണ്ടി സൗരന്മാരോടൊത്ത് ഞാൻ സൗരന്മാരെ കൊണ്ടുപോയി. യോഗം കഴിഞ്ഞ് വരുമ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഒരു മിനിറ്റ് കണ്ടിട്ടേ പോകാവൂ, വേറൊരു സഹോദരനും കൂടി. അപ്പോൾ അദ്ദേഹം ആ കൂട്ടുന്ന സഹോദരൻ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരൻ നിങ്ങളെക്കുറിച്ചൊരു എന്നോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഒരു ദർശനം കണ്ടു, നിങ്ങളെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പം ഞാൻ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സഹായം കൊടുക്കണം. ആ സഹായം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു കവർ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ദൈവം എത്ര വിശ്വസ്തനാണ്. ഞാൻ കടം എങ്ങനെ വീട്ടും? ജോലിക്ക് പോയെങ്കിലേ കടം വീട്ടുവാൻ കഴിയൂ എന്ന് ഞാൻ ചിന്തിച്ചു. നാളെ സ്വർഗത്തിലെ ദൈവം ഇന്നുവരെയും എനിക്ക് അറിയത്തില്ല ആരാണ് ആ പൈസ തന്നത്, എങ്ങനെയാണ് വന്നത്. ഞാൻ ആരോടും ആവശ്യപ്പെട്ടതല്ല. എനിക്ക് അങ്ങനെ എൻ്റെ കൈ കിട്ടിയ കവറിൽ എൻ്റെ കടഭാരങ്ങൾ നീട്ടുവാനും എനിക്ക് നാട്ടിൽ പോകാനും ഒക്കെയുള്ള പൈസ അതിനകത്തുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. അതിനുശേഷം ഡിസംബറിൽ അവസാന സമയത്ത് ചർച്ചിലെ ഉദംപൂരിൽ നിന്ന് ക്യാപ്റ്റൻ എ ശമുവേൽ ദൈവാസന് കേരളത്തിലെ കൺവെൻഷനൊക്കെ പോകുന്ന വഴിക്ക് അവിടെ ഡൽഹിയിൽ ഞങ്ങളുടെ ചർച്ചിൽ വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ ദൈവവചനം പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു സഹോദരനുണ്ട്. അദ്ദേഹം ഞാൻ അവിടെ ചെന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ഫെബ്രുവരിയിൽ പഞ്ചാബിലെ പത്താംകോട്ട് എന്ന സ്ഥലത്ത് ബൈബിൾ ക്ലാസ് തുടങ്ങുന്നുണ്ട്. വേണമെങ്കിൽ നാട്ടിലൊക്കെ പോയി അത് അവരെയൊക്കെ കണ്ടുകെട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പഠിക്കാനുള്ള അവസരമുണ്ട് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. ഞാൻ ഡിസംബർ ലാസ്റ്റിൽ സമയത്ത് ഞാൻ കേരളത്തിൽ പോവുകയുണ്ടായി. കേരളത്തിൽ പോയി 1 മാസത്തോളം നാട്ടിൽ നിന്നു. ആ സമയങ്ങൾ മാതാപിതാക്കള് ഞാൻ സുവിശേഷ വിലയ്ക്ക് പോകുന്നത് പറഞ്ഞത് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ലായിരുന്നു. വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ദൈവം സാഹചര്യങ്ങളെ മാറ്റി തന്നു. അവിടെ നിന്നൊരു പ്രായമുള്ള ഒരു അപ്പച്ചന ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരികയും അപ്പൊ എന്നെ കുറിച്ചൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നതുപോലെ അപ്പച്ച, ഞാൻ ബൈബിൾ സ്കൂളിൽ പഞ്ചാബിൽ പത്താംകോട്ടെന്ന് പറഞ്ഞ് പഠിക്കാൻ വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പച്ചൻ എൻ്റെ പിതാവിനോട്, എൻ്റെ പിതാവിൻ്റെ പേര് ബേബി എന്നാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ബേബി, മോൻ നല്ല കാര്യത്തിനാ പോകുന്നത്. അവനൊരു മദ്യപാനിയോ മറ്റൊരു ലാണെങ്കിൽ നിനക്കത് ദുഃഖമായി തീർന്നില്ല. അവന് കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി പോകുന്നതുകൊണ്ട് അവൻ എളുപ്പം പഞ്ചാബി പാനെ കൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പൈസ കൊടുക്കുക എന്ന് അദ്ദേഹം ശക്തമായിട്ട് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കാൻ പോവുകയാണ്, അവൻ പോയി പഠിക്കട്ടെ, എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പോയി. എനിക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസയും കിട്ടി. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞാൻ പഞ്ചാബിൽ പോകുവാനും 1983-84 2 വർഷം പഞ്ചാബില് പഠിക്കുവാൻ ഒക്കെ ദൈവം ഇടയാക്കി. ഞങ്ങളുടെ പ്രിൻസിപ്പാളായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ ആണ്, പഞ്ചാബിലെ പത്താംകോട്ട്. ആ ദൈവദാസനോട്
ചേർന്ന് അവിടെ വേണ്ട സഹോദരന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് അവിടെ പാർക്കുവാനും ദൈവവചനം പഠിക്കുവാനും ദൈവം ഇടയാക്കി. അവിടുത്തെ ബൈബിൾ സ്കൂൾ പഠനം എനിക്ക് ഒത്തിരി പല കാര്യങ്ങൾ, വിശ്വാസം എന്താണെന്ന് പഠിക്കുവാനും ഉപവാസം എന്താണെന്നും പ്രാർത്ഥന എന്താണെന്നും ഒക്കെ പഠിക്കുവാൻ്റെ കോണം അവസരങ്ങളെ ദൈവം എനിക്ക് തന്നു. ഞാൻ നന്ദിയോട് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ആ സമയത്ത് അടിയന്തരാവസ്ഥ ഉണ്ടായ സമയങ്ങളിൽ ആഹാരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്ന സമയത്തും ദൈവം ആർമിയിലുള്ള ആൾക്കാരെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു ചർച്ചിലുണ്ടായിരുന്നുകൊണ്ട് അവരവരുടെ ആർമി വണ്ടിയിൽ ഞങ്ങൾക്ക് ആഹാര സാധനങ്ങളൊക്കെ കൊണ്ടു തരുമായിരുന്നു. അത് ഇങ്ങനെ ആഹാരമൊക്കെ മേടിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ, ആഹാരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രാർത്ഥന, ഉപവാസം, ദൈവവാസം പറയും നമുക്ക് ഉപവസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം വഴികൾ ഒരുക്കും, ദൈവം അത്ഭുതം ചെയ്യും, നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം നമ്മൾ മുട്ടുകൂട്ടി വന്നിരിക്കും. ഞങ്ങളെല്ലാം കൂടി ഒന്ന് പ്രാർത്ഥിച്ചിരിക്കും. ഒരു ദിവസം 2 ദിവസം ഒട്ടും ആഹാരങ്ങളില്ലാതെ ഞങ്ങൾ എല്ലാം ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, 3-ാമത്തെ ദിവസം രാത്രിയിൽ ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ഒരു സുബൈദാർ മുരുകൻ എന്ന് പറയും, തമിഴനാണ്. അദ്ദേഹം രാത്രി വന്ന് ഗേറ്റിൽ വെച്ച് വിളിച്ചു. അപ്പം ഞങ്ങൾ ചെന്ന് കഥവ് ഗേറ്റ് തുറന്നു. അദ്ദേഹം അകത്തുനിന്ന് അണ്ണ പാസ്റ്റർ എവിടെ, ജേക്കബ് ജോൺ പാസ്റ്റർ എവിടെ? ഞങ്ങൾ പറഞ്ഞ അകത്തുണ്ട്. പാസ്റ്റർ വിളിച്ചു. പാസ്റ്ററുടെ പാസ്റ്റർ ചോദിച്ചു, എന്താ ബ്രദറെ ഇപ്പോൾ ഈ രാത്രിയിൽ നിങ്ങൾ വരാൻ കാരണം, എന്തോ പറ്റി? ഒന്ന് പറഞ്ഞു, പാസ്റ്റർ ഇതങ്ങോട്ട് പിടിച്ചതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു ഒരു പൊതി പാസ്റ്ററിലേക്ക് കൊടുത്തു. അതിന് ശേഷം പറഞ്ഞു, ഇന്ന് എനിക്ക് ഓഫീസിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി, ഞാൻ ആ പൈസയും കൊണ്ട് വീട്ടിൽ വന്നു. ഭാര്യയോട് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ പ്രേരണയാണ് എനിക്ക് അത് ദൈവദാസനെ കൊണ്ട് ഏൽപ്പിക്കണമെന്ന്. പക്ഷേ ഞങ്ങൾ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് കിടന്നപ്പോഴും എനിക്ക് ഉറക്കം വരുന്നില്ല. ആരോ എന്നോട് പറയുകയാണ്, ഈ പൈസ കൊണ്ടുവന്ന് ദൈവദാസന്മാർക്ക് കൊണ്ട് അവിടെ കൊടുക്കുക. ഞാൻ പിന്നെയും കിടക്കാൻ നോക്കി, ഉറങ്ങാൻ ശ്രമിച്ചു, പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പൈസയും കൊണ്ട് വന്നതാണ്. ഈ പൈസ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയുണ്ടായി. ആ പൈസ ഞങ്ങൾ 3 ദിവസം ആഹാരമില്ലായിരുന്നെങ്കിൽ പിന്നെ അടുത്ത ദിവസങ്ങളിൽ ആ പൈസയ്ക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ച് നല്ല രീതിയിൽ ആഹാരം ചെയ്യുവാൻ ഇടയാക്കി. അങ്ങനെയുള്ള പല അനുഭവങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ പത്താംകോട്ടുള്ള ജീവിതത്തിൽ പഠിക്കുവാൻ്റെ കോണം ഇടയാക്കി. എല്ലാ വിധത്തിലും ആ ബൈബിൾ സ്കൂളിലെ പഠനവും പാസ്റ്റർ ജേക്കബ് ജോണിന്റെ പ്രാർത്ഥനാ ജീവിതവും ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഇത് മുഖാന്തരം ശുശ്രൂഷയിൽ അത് പലപ്പോഴും ആ വിശ്വാസവും ആ പ്രാർത്ഥനയും അനുഭവത്തിൽ ആക്കുവാൻ്റെ കോണം ദൈവം ഇടയാക്കി. അതൊരു വലിയ നേട്ടമായി ഞാൻ ഇന്നും കാണുന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവാസിനെയും കുടുംബത്തെയും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുശേഷം ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം അതിനിടയ്ക്ക് എൻ്റെ പിതാവ് എന്നോട് കത്ത് മുഖാന്തരം പറഞ്ഞു, മർത്തോമ സഭയത്തുള്ള ഭാഗത്തെ കൂട്ടുകാരൻ്റെ ഒരാളുടെ മകൾക്ക് വേണ്ടിയിട്ട് നിനക്ക് കല്യാണം ആലോചിക്കുക. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ ഒരു വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ളത് എനിക്ക് യോഗ്യമല്ലാത്തൊരു വിവാഹം ഞാൻ സമ്മതിക്കുകയില്ല, അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ പോയിക്കൊണ്ടിരുന്നു. നാട്ടിൽ കടന്നു ചെന്നപ്പോൾ ഫാദർ പറഞ്ഞ് കല്യാണം പ്രാവശ്യം കഴിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഞാനിങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്കുള്ളതാണ്, അപ്പോൾ അതിനുവേണ്ടി താല്പര്യമുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ. അദ്ദേഹം പിന്നെ ഒരു ബ്രോക്കറെ വിളിച്ച് ബ്രോക്കർമാരോട് പറഞ്ഞു, ഇവന് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൊടുക്കുക, അവൻ പറയുന്നത് പോലുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ ഇത് ഞാൻ അദ്ദേഹത്തോട് ഒന്നിച്ച് റാന്നിയുടെ പ്രദേശത്തൊക്കെ പെൺപിള്ളെ സാരിമാരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയി. പക്ഷെങ്കിൽ അതൊന്നും നടന്നില്ല. അതിനുശേഷം ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ആളായിരുന്ന പാസ്റ്റർ ജേക്കബ് ജോൺ കേരളത്തിലുണ്ട്. സമയത്ത് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടു, ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, ഇന്നപോലെ കല്യാണ പെൺകുട്ടിയെ കാണാനൊക്കെ പോയി. അദ്ദേഹം പറഞ്ഞു, വീട്ടിലോട്ട് വരുന്ന വഴി എനിക്കൊന്ന് പറഞ്ഞതാ, ഞാൻ വന്നിട്ട് നിങ്ങളുടെ ഫാദറിനെ ഒന്ന് കാണട്ടെ എന്ന് പറയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഫാദറുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് അവസാനം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അനുജത്തി ഉണ്ട്, ഇന്നടത്താണ്, മേപ്രാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അനിയത്തി ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, അച്ഛനും മോനും കൂടെ ഒന്ന് വരണം ഞാൻ എന്ന് പറഞ്ഞ്
ഒക്കെ സമ്മതിപ്പിച്ച് ഫാദറിനോട് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ തിരുവല്ലായിൽ വന്ന് നിൽക്കണം, അദ്ദേഹം അവിടെ വന്ന് ഞങ്ങളെ കളക്ട് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ആ പാസ്റ്ററോട് ഒന്നിച്ച്, ജയ്ക്കോൻ പാസ്റ്ററോട് ഒന്നിച്ച് ഞങ്ങൾ തിരുവല്ലായിൽ നിന്ന് ഞാനും എൻ്റെ പിതാവും കൂടെ എൻ്റെ ഭാര്യയായിരിക്കുന്ന ഗ്ലോറിയുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ ചെന്നു. പെൺകുട്ടിയെ കണ്ടതിന് ശേഷം എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, എടാ മോനെ, ഇത് മതി നിനക്ക് എന്ന് എന്നോട് പറയുകയുണ്ടായി. ഞാനൊന്നും പറഞ്ഞില്ല മറുപടി. അവിടുന്ന് പിന്നെ ഞാനിത് നടത്തി തരാം, അതിന് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് രണ്ടുപേരും കൂടെ തിരിച്ച് വീട്ടിൽ വന്ന് കല്യാണ ഉറപ്പിനെ കുറിച്ചൊക്കെ ഇവര് പെൺകുട്ടികളുടെ ആൾക്കാർ വന്ന് വീട് കാണുകയും അതിനുശേഷം ഉറപ്പിനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. ആ സമയം വിവരം അറിഞ്ഞപ്പോൾ മർത്തോമ പള്ളിയിൽ നിന്ന് ഒബ്ജക്ഷൻ ഉണ്ടായി. അവര് വീട്ടിൽ ആൾ ഒന്ന് പറഞ്ഞു, ഈ വീട് പെന്തക്കോസുകാരുടെ വീടല്ല, ഇത് മർത്തോമ സഭയ്ക്കുള്ള വീടാണ്, ഈ വീട്ടിൽ വെച്ച് പെന്തക്കോസുകാരുടെ കല്യാണം നടത്തുവാൻ അനുവദിക്കുന്നതല്ല. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ഇത് എൻ്റെ മൂത്ത മകനാണ്, അവൻ പെന്തക്കോസ് വിശ്വാസി പോയെങ്കിലും അവനും അവകാശപ്പെട്ട വീടാണ്, അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല അവന് എന്ന് പറഞ്ഞുണ്ടായി. അവിടുന്ന് അവർ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് എൻ്റെ മെമ്പർഷിപ്പ് അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് മെമ്പർഷിപ്പ് കട്ട് ചെയ്തു തന്നു. അതിനുശേഷം ദൈവകൃപയാൽ ഞാൻ IPC ചോഴണ കുമ്മനാട് സെന്ററിലുള്ള IPC ചോഴണയിൽ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തെയും ജ്യേഷ്ഠനും ഒക്കെ വിശ്വാസി വന്നു. അവരവിടെ കൂടിക്കൊണ്ടിരുന്നു. അവർ മുഖാന്തരം അവിടെ മെമ്പർഷിപ്പ് എടുക്കുവാനും ആ സഭയുടെ കെയറോപ്പില് എൻ്റെ വിവാഹം 1985 ഫെബ്രുവരി 14 വിവാഹം നടക്കുവാൻ്റെ കൊണ്ട് ദൈവം ഇടയാക്കി. ആമേൻ. അതിനുവേണ്ടി ദൈവം ചെയ്ത എല്ലാ ക്രമീകരണങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പിതാവ് ഏറ്റവും എതിരായി നിന്ന പിതാവിനെ എനിക്ക് അനുകൂലമാക്കി തീർത്തു. അതുകൊണ്ട് അനുഗ്രഹമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ പിതാവ് മുൻകൈയെടുത്ത് നല്ല രീതിയിൽ വിവാഹം നടക്കുവാൻ്റെ ഗുണം ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം വിവാഹ ജീവിതത്തിന് ശേഷം പലവിധമായ മറ്റ് ഞങ്ങളുടെ സമുദായക്കാരിൽ നിന്നും ഞങ്ങളുടെ ബന്ധുമിത്ര ഞങ്ങളുടെ സഹോദര പേരൻസിന്റെ കൂട്ടത്തിലാണെങ്കിലും അമ്മയുടെ സൈഡിൽ നിന്നും അപ്പൻ്റെ സൈഡിൽ നിന്നും ആരും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെതായ വളരെ എതിർപ്പുകളും പലരും സഹകരിച്ചില്ല, പല ബുദ്ധിമുട്ടുണ്ടായി. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് ദൈവം വിവാഹമെല്ലാം ഭംഗിയായി നടന്ന് സന്തോഷത്തോടെ ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കിൽ തന്നെ ഡൽഹിയുടെ പ്രദേശത്തേക്ക് ഞങ്ങൾ ഒന്നിച്ച് കടന്നു വരുവാൻ്റെ കൊണ്ട് ഇടയാക്കി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിനുശേഷം ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഡൽഹിയുടെ പ്രദേശത്ത് ഉത്തംനഗർ എന്ന സ്ഥലത്ത് വാടകയ്ക്കൊരു വീടെടുക്കുകയുണ്ടായി. ഒരു സർദാറിൻ്റെ വീടാണ്. സർദാർ താഴെ താമസിക്കുന്നു, മേളത്തെ ഫ്ലോറിൽ ഞങ്ങൾക്ക് താമസിക്കുവാൻ വേണ്ടിയുള്ള അത് ഞങ്ങൾ എടുക്കുകയുണ്ടായി. അതിന് വാടക 400 രൂപയാണ്. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് സഹായമായി ഞങ്ങൾക്ക് ലഭിച്ചത് 300 രൂപ വെച്ചാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. 400 രൂപ വാടക കൊടുക്കണം, ഞങ്ങളുടെ രണ്ടുപേരുടെ ചെലവ് നടക്കണം. അതുമാത്രമല്ല കറണ്ട് ബില്ല് വേറെ കൊടുക്കണം. ഇതെല്ലാം നടക്കണം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ എങ്ങനെ നടക്കുമെന്നുള്ളൊരു ചിന്ത എനിക്കില്ലായിരുന്നു. എന്നാൽ വിശ്വാസം എന്തെന്ന് ബൈബിൾ സ്കൂളിൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ദൈവം പോറ്റി പുലർത്തുവാൻ ശക്തനെന്ന് വിശ്വസിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരേ വിശ്വാസത്തിൽ നിന്നു. എനിക്ക് ആ സമയം അവിടെ ഷിഫ്റ്റ് ചെയ്തു. സാധനങ്ങളൊന്നുമില്ല. ഞാൻ ദാസൻ പാസ്റ്റർ മാത്യുവിനോടുള്ള ബന്ധത്തിലാണ്, കൂട്ടായ്മയിലാണ് ഡൽഹിയിൽ. അദ്ദേഹമാണ് എന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഭാഷ അറിയാത്ത സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും സെറ്റർ വാങ്ങിച്ചു തരാനും വീട്ടു സാധനങ്ങൾ വാങ്ങിച്ച എല്ലാം രീതിയിലും എന്നോട് സഹകരിച്ച ദൈവദാസനോട് ചേർന്നാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം എനിക്കൊരു ഫോൾഡിങ് കട്ടില് എനിക്ക് തന്നു. അതുപോലെ ഒരു സ്റ്റൗ സംഘടിപ്പിച്ചു, പാത്രങ്ങളൊക്കെ സഹിച്ച് താമസം തുടങ്ങി ചെന്നാറില്. ആമേൻ. അങ്ങനെ അവിടെ റൂമെടുത്ത് താമസം തുടങ്ങിയെങ്കിലും വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. ഞാൻ വേറൊരു ദൈവദാസനുമായിട്ട് അവിടെ തന്നെ പരിചയപ്പെട്ടു. അതായത് ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ടീമിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ, PM ബേബി എന്നൊരു ദൈവദാസൻ. അവർക്ക് സഭാപ്രവർത്തനമില്ല, അദ്ദേഹം ഇവാഞ്ചലിസം മാത്രമേ ഉള്ളൂ.
ഇപ്പം അദ്ദേഹവും കുടുംബവും ഭാര്യയുമുണ്ട്. ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തനത്തിന്റെ കൂട്ടായ്മ ആചരിക്കുവാൻ ഇടയാക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് ഉത്തർനാറിൽ ഒരു ബസ് പോകുന്നുണ്ട് മുഖർജി നഗറിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡിസേബിൾ സെന്റർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് 10 പൈസയ്ക്ക് ഗോസ്പൽ പാക്കറ്റിൽ കിട്ടും. അത് വാങ്ങിക്കൊണ്ട് വന്നാൽ അത് നമുക്ക് കുറച്ച് വിൽക്കുകയും എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ഇട്ട് അവിടുന്ന് ബസ് കയറി അവിടെ ചെന്ന് കുറച്ച് ഞങ്ങൾക്ക് പാക്കറ്റ് വാങ്ങിക്കുകയും ആ പാക്കറ്റിനകത്ത് യേശുവിൻ്റെ കഹാനിയുണ്ട്. മാത്രമല്ല ഇതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം സുസമാചാറുണ്ട്. കുറച്ച് വേറെ ട്രാക്റ്റുകളുമുണ്ട്. അങ്ങനത്തെ പാക്കറ്റ് 10 പൈസ വിലയ്ക്ക് അവിടെ ഞങ്ങൾക്ക് തരും. അത് ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് ഞാനത് 25 പൈസ വിലയ്ക്ക് വിൽക്കുകയുണ്ടായി. എല്ലാ ദിവസവും രാവിലെ ബാഗ് നിറയ്ക്കും, കയ്യിലും പിടിക്കാവുന്നിടത്തോളം പിടിച്ചുകൊണ്ടിറങ്ങും. അത് 25 പൈസ വിലയ്ക്ക് അത് കൊടുത്ത് എവിടെയെല്ലാം നടന്നു പോകാൻ പറ്റുമോ അവിടെ എല്ലാം കൊണ്ടു നടന്ന് കൊടുക്കും. അതുപോലെ ബുക്ക് വേണ്ടാത്തൊരു ട്രാക്റ്റ് വേറെ കൊടുക്കും. അങ്ങനെ കൊടുത്ത് നടന്ന് അത് തീരുമ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ നിന്ന് വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ അല്പം അരിയോ അതുപോലെ തന്നെ പ്രത്യേകിച്ച് മറ്റു കൂട്ടാനൊന്നും ഇല്ലല്ലോ, മുട്ട വാങ്ങിച്ച് ഞങ്ങൾ ഇങ്ങനെ ആദ്യ സമയങ്ങളിൽ ഒരു മുട്ട കറി വെച്ചിട്ട് അത് മുറിച്ച് പപ്പാതി കഴിക്കുന്ന അനുഭവങ്ങളായിരുന്നു ആദ്യമൊക്കെ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്നാലും വിശ്വാസം ക്ഷീണിക്കാതെ ദൈവം ഞങ്ങളെ നടത്തി. സ്തോത്രം. ഗോസ്പൽ വിറ്റ് ആമേൻ 300 രൂപയുടെ ബാക്കി 100 രൂപയുടെ ഒട്ടം കറണ്ട് ബില്ല് കൊടുക്കും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ദൈവം ബുദ്ധിമുട്ടില്ലാതെ ഓരോ ദിവസങ്ങളും എങ്ങനെയൊക്കെയോ ദൈവം ഓരോ ദിവസങ്ങളും ഞങ്ങളെ പോറ്റി. എലിയാവിന്റെ ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് പറയുവാൻ ഞങ്ങൾക്ക് കഴിയും. അത്ഭുതമായി ഞങ്ങളെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്ന് ഞങ്ങളെ നടത്തി. ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ നന്ദിയോട് മഹത്വം കരയറ്റുന്നു. അതുപോലെ അങ്ങനെ ആ സാഹചര്യത്തിലൊക്കെ ദൈവം കൂടെ ഇരുന്നു. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ എല്ലാ ദിവസവും പാക്കറ്റൊക്കെ വിറ്റ് തിരിച്ചു വരുമ്പോൾ 2, 2:30, 3 ആകും. അപ്പോൾ എല്ലാ ദിവസവും താഴെ സർദാറിന്റെ ഭാര്യയാണ്, പുള്ളിക്കാരിയാണ് എനിക്ക് ഗേറ്റ് തുറന്നു തരുന്നത്. മേളിൽ ആണ് എൻ്റെ ലോറി, മേളിൽ തന്നെയായിരിക്കുന്നു, ഭാഷ അറിയത്തില്ല, മേളിലാണ്. അപ്പം ഞാനിവിടെ വന്ന് വിളിക്കുമ്പോൾ അപ്പോൾ സർദാറിന്റെ ഭാര്യ എനിക്ക് തുറന്നു തരുമാണ്. ഒരു ദിവസം അവര് വന്ന് നോക്കിയിട്ട് ഞാൻ തുറക്കത്തില്ല, നിന്റെ ഭാര്യയെ കൊണ്ടുവന്ന് ഇവിടെ ആക്ക്, എന്നും തുറന്നു തരാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവര് അകത്ത് കയറി പോയി. ഞാൻ കുറച്ചു നേരം നിന്ന് വിളിച്ചു, യാതൊരു രക്ഷയുമില്ല. അവസാനം ഞാൻ ഗേറ്റിന്റെ മുകളിൽ കൂടെ ചവിട്ടി കയറി മറുസൈഡിൽ ഇറങ്ങി വീട്ടിൽ കയറിപ്പോവുകയുണ്ടായി. അന്ന് സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായി, സർദാറിന്റെ മോള് സ്കൂളിൽ നിന്ന് വന്നു. അവർക്ക് ഭയങ്കര പനിയായി കൂടി. പെട്ടെന്ന് അവര് കാരെയൊക്കെ വിളിച്ച് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. സർദാറിനെയും ഓഫീസിൽ നിന്ന് വിളിച്ചു വരുത്തി. 4 മണി സന്ധ്യ സമയം കഴിഞ്ഞപ്പോൾ സർദാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ മോള് ഇന്നപോലെ പനി കൂടി ഹോസ്പിറ്റലിലാണ്, എൻ്റെ കൂടെ ഒന്ന് വരണം, എൻ്റെ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂട്ടറിൽ കയറി ഹോസ്പിറ്റലിൽ ചെന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം ആ പൈതലിന്റെ പനി മാറിപ്പോയി. അദ്ദേഹത്തിന് അവർക്ക് വേണ്ടി വിശ്വാസം വർദ്ധിച്ചു. പിന്നെ നമ്മളെ റെസ്പെക്ട് ചെയ്യാനൊക്കെ തുടങ്ങി. മറ്റെങ്കിൽ പാടക സമയം കഴിഞ്ഞു അതായിരുന്നൊക്കെ പറയുന്ന മനുഷ്യന് അതിനുശേഷം എന്നോട് പാടക എന്ന് ചോദിക്കത്തില്ല, ഞാൻ കൊടുക്കുമ്പോൾ വാങ്ങിക്കാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തി തീരുന്നവരെയും ആ സന്തോഷത്തോടെ നിൽക്കാൻ ഇടയായി. വേറൊരു സംഭവം അവിടെ ഉണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങൾ ഭയങ്കര മെയ് ജൂൺ മാസങ്ങളിൽ അതിഭയങ്കര ചൂടാണ്, മേളിലാണ്. ഞങ്ങള് രാത്രി ചൂട് കൊണ്ട് തറയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളത്തിനകത്ത് ഞങ്ങൾ കിടക്കും. ഞങ്ങൾക്ക് ഒരു ഫാനൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞ ഒരു ദിവസം സർദാർ പറഞ്ഞ്, എൻ്റെ വീടെല്ലാം സീലനാകുന്നു, എന്തോ സംഭവിച്ചത് എന്ന് ചോദിച്ച് മേളിൽ കയറി വന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ചൂട് കൂടുതലല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾ ആ വെള്ളത്തിനകത്താണ് കിടക്കുന്നതെന്ന് ഉള്ള അവസ്ഥ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്യല്ല ഒരിക്കലും, എൻ്റെ വീട് നഷ്ടപ്പെട്ട് കേടായി പോകും. അതുകൊണ്ട് ഇന്ന് പറഞ്ഞതിന് ശേഷം പോയിട്ട് ഒരു സീലിംഗ് ഫാൻ എടുത്തുകൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഈ ഫാൻ ഉപയോഗിച്ച് നീ വെളിയിൽ കിടന്നാൽ മതി, കട്ടിൽ ഒരെണ്ണം ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ 2 ഫാന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക്
ആ ചൂട് സമയത്ത് രക്ഷപ്പെടാൻ ഫാനും സർദാർ കൊണ്ടു തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്ര വിശ്വസ്തനാണ്. എല്ലാം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, സമയാസമയങ്ങളിൽ നമുക്ക് എല്ലാം കഴിവുള്ള ദൈവം സർദാർ കൊണ്ടുവന്ന ഫാനും കൊണ്ട് ഞങ്ങൾക്ക് ആ ചൂട് സമയത്ത് ആ വർഷത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഇങ്ങനെയുള്ള അനവധി അനുഭവങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം പല വിശ്വാസികൾ ആരും ഇല്ലാത്ത ഇടമാണ്. ഞങ്ങൾ അവിടെ വിസിറ്റുകളൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ട്രാക്ട് കൊടുത്ത് ഇങ്ങനെ പോയപ്പോൾ ഒരു ദൂരെയാണ് ഒരു മലയാളി ഫാമിലി ഒരു സഹോദരനെ കാണുവാൻ ഇടയാ. അദ്ദേഹം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ ചോദിച്ചു, എവിടെ പള്ളി പോകുന്ന പറഞ്ഞു, ഞാൻ ബന്ധക്കോസുകാരനാണ്, പക്ഷേ ഞങ്ങൾ എങ്ങും ചർച്ചിലൊന്നും പോകാറില്ല എന്ന് പറയാൻ ഞാനും എൻ്റെ ഭാര്യയുണ്ട്, അനിയന്മാരുണ്ട്, ഇതൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഞാൻ അവരുടെ വീട്ടിൽ പോയി ഒരുപാട് സംസാരിച്ചു. അവര് പറഞ്ഞ് കൂട്ടായ്മയ്ക്ക് വരാമെന്ന്. അങ്ങനെ കൂട്ടായ്മ ആരംഭിക്കുവാൻ്റെ കൊണ്ട് ദൈവം ഇടയാക്കി. അത്ഭുതകരമാവണ്ണം ആമേ വേറെ പലരെയും അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരു കൂട്ടായ്മ ആരംഭിക്കുവാൻ്റെ ഗുണം ദൈവം ഇടയാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വേറൊരു സംഭവം ഉണ്ടായത്. ഈ സഹോദരനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അതിൻ്റെ ഭാര്യ ജോലിക്ക് പോയി. ഈ പിള്ളേർ വല്ലപ്പോഴും ഒക്കെ ജോലിക്ക് പോകത്തുള്ളൂ. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീട്ടിലിരിക്കുമ്പം എൻ്റെ അടുത്തൊരു ഗസ്റ്റ് ആയിട്ട് ഒരാൾ നിവാസം കടന്നു വന്നു. ഇദ്ദേഹത്തിന് മനസ്സിലായി ആഹാരത്തിന്റെ വകുപ്പൊന്നുമില്ല. അദ്ദേഹം ഇറങ്ങി, ഇതാ ഞാൻ വരുന്നെന്നും പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞു പോയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ അരിയും ആട്ടയും കുത്താൻ വെക്കാനും ഇതെല്ലാം വാങ്ങിച്ച് കുറെ കൂടെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് അന്ന് ആ ഗസ്റ്റിന് ഞങ്ങൾക്കുള്ള ആഹാരം ദൈവം അദ്ദേഹത്തിൽ കൂടെ ഒരുക്കി. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ദൈവം ഓരോ ദിവസങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കി ദൈവം ആമേൻ കരയുന്ന കാക്ക കുഞ്ഞുങ്ങളും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നു. അതുപോലെ തന്നെ ഗോസ്പലുമായിട്ട് കുത്തുന്നാറെന്ന വിഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യ ടീമിന്റെ പാസ്റ്റർ PM ബേബി അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ ഗോസ്പല് കൊടുത്തുകൊണ്ട് കുത്തുന്നാറിൽ കൂടെ വരുമ്പോൾ ഞങ്ങളെ കുറച്ച് ചെറുപ്പക്കാർ കൂടി ഞങ്ങളുടെ ഗോസ്പല് വാങ്ങിച്ചിട്ട് ബാഗൂടെ വാങ്ങിച്ച് താഴെ ഇട്ടിട്ട് ഞങ്ങളോട് ചൂടായി ഞങ്ങളെ പിടിച്ച് തെളിയൊക്കെ ചെയ്തതിന് ശേഷം അതിന് ഞങ്ങളുടെ മുമ്പിൽ റോഡിലിട്ട് ഞങ്ങളെ രണ്ടുപേരുടെയും ബാഗും പുസ്തകങ്ങളും കത്തിച്ച് കളഞ്ഞ അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അവസാനം സർദാർ വന്നിട്ട് ഞങ്ങളെ അവിടെ നിന്ന് അമ്മാരുടെ കയ്യിൽ നിന്ന് ഇഷ്ടപ്പെട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ പോരെ, ഇവരെ എന്തിനെ വെറുതെ ഉപദ്രവിക്കെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ച അനുഭവങ്ങളുണ്ട്. അത് കൂടാതെ കണ്ട് ഈ ഗോസ്പൽ കൊടുത്തുള്ള ഒരു പ്രാവശ്യം ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഞങ്ങളെ പിടിച്ച് ഉപദ്രവിക്കുക ചെയ്തതിനു ശേഷം ഞങ്ങളെ തില്ലങ്കദർ എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ ആക്കി. അവിടെ രാവിലെ തൊട്ട് വയ്യോളം ഇരിക്കേണ്ടി വന്നു. ഞങ്ങൾ അവർ പറഞ്ഞ്, ഇനി ഇത് നിങ്ങൾ വിതരണം ചെയ്യരുത്, അത് തെറ്റാണ്, ഇത് എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ആൾക്കാർക്ക് മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വൈകിട്ട് ഞങ്ങളെ അവിടെ വിടുന്ന അനുഭവങ്ങളുണ്ടായി. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വിശ്വാസം ക്ഷീണിക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം എന്നോളം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഭാര്യ ഗർഭിണിയായി. അദ്ദേഹം പുള്ളിക്കാരിയെ നാട്ടിൽ വിടേണ്ട ആവശ്യം വന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടെങ്കിലും നാട്ടിൽ പോവുകയുണ്ടായി. ഞങ്ങൾക്ക് നാട്ടിൽ പോയി ആ സമയത്ത് ഒരു ദൈവദാസന് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് 3 പെൺമക്കളുണ്ട്, സ്കൂളിൽ ചേർക്കുവാൻ പഠിപ്പിക്കണം, അതിനടുത്തുള്ള സ്ഥലത്ത് വേണം. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കേരള സ്കൂളുണ്ട്, വലിയ ദൂരമില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ താല്പര്യം പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും പാസ്റ്ററെ, എന്നാൽ ഇവിടെ ഇത്രയും വിശ്വാസികളൊക്കെ ഉണ്ടല്ലോ, പാസ്റ്റർ സഭയെടുത്തു, ഞാൻ പുതിയൊന്ന് ഞാൻ തുടങ്ങിക്കോളാം. ഇപ്പം എൻ്റെ ഭാര്യ നാട്ടിൽ പോയിരിക്കുകയാണ്, ഞാൻ തന്നെ ഉള്ളൂ, ഞാനിവിടെ വേറെ പ്രവർത്തനം തുടങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ആ ദൈവദാസനെ സഭ ഏൽപ്പിക്കുവാൻ ഇടയായി. അതിനുശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചും ഇരുന്നു. അവിടുന്ന് മയൂർവാർ എന്ന നോയിഡയോടടുത്ത്, യുപിയുടെ ബോർഡർ അടുത്ത മയൂർവാർ എന്നൊരു സ്ഥലത്ത് ഇങ്ങനെ സഭകളൊന്നും ഇല്ല എന്നുള്ള ഒരു കേൾവി ഉണ്ടായി. വേറൊരാൾ മുഖാന്തരം അദ്ദേഹം
ആ, ഒരു ആളിനോട് ചേർന്ന് നോയിഡയ്ക്ക് പോകുന്ന ഒരാളുടെ കൂടെ ഞാനും ബസ്സിൽ കയറി ഈ മയൂർവാർ എന്ന സ്ഥലത്ത് ഇറങ്ങി ആ ദേശത്തൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. ആ ട്രാക്റ്റും ഒക്കെ കൊടുത്ത് നടന്നു. ഇതിന് ശേഷം ഞാൻ അവസാനം ചോദിച്ചു, ഇവിടെങ്ങാനും ഒരു മലയാളിക്കടയുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഒരു മലയാളിക്കട കണ്ടുപിടിച്ചു. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നപോലെ എനിക്കൊരു വീട് ആവശ്യമുണ്ട്, ഞാനിങ്ങനെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്, എനിക്കൊരു താമസിക്കാനൊരു വീട് ആവശ്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹം മദർ ഡയറി ജോലി ചെയ്യുന്ന ഒരു ജോസഫ് എന്ന് പറയുന്ന കത്തോലിക്കന്റെ ഒരു ചെറിയ ഒരു വീടിന്റെ ഒരു സൈഡുണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞ് അത് കാണിച്ചു തന്നു. ഇങ്ങനെ അവിടെ പോയി ആമേ ഒരു വീട് എടുക്കുകയുണ്ടായി. ഒറ്റയ്ക്കേ ഉള്ളൂ. ആ സമയത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് 1986 ഒക്ടോബർ 2 ഞാൻ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ നവംബറിൽ ഖനിക്കപ്പെട്ടൊരു പൈതലിനെ നാട്ടിൽ ഞങ്ങൾക്ക് തന്നു. കുടുംബമായി നവംബറിൽ തിരിച്ച് അവർ വരികയായിരുന്നു. അതിന് മുമ്പായിട്ട് ഒക്ടോബറിൽ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വേറെ ഒരു സഹോദരനെ ഇങ്ങനെ ഞാൻ മലയാളി പരിചയപ്പെട്ടു. അദ്ദേഹം ബന്ധക്കോസുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ള ഫാമിലി നാട്ടിലാണ്, വിശ്വാസിയാണ്, കോട്ടയംകാരന്. അദ്ദേഹം പരിചയപ്പെട്ടു. അദ്ദേഹം ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, പാർട്സ് അവിടെ തുടങ്ങുകയാണെങ്കിൽ ഞാനും വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം വേറൊരു സ്നേഹിതനെ കൂടെ കൂട്ടി അങ്ങനെ 2 പേരെ ആയി ഞങ്ങളുടെ ഒട്ട് വന്ന് ഞങ്ങൾ ഗ്ലോറിയും വന്നു. ഞാനും ഈ സഹോദരന്മാരും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ദിവസം അവർക്ക് തോന്നി അതിന് ഞങ്ങൾക്ക് ആഹാരങ്ങളൊന്നും ഇല്ല എന്നുള്ളവർക്ക് തോന്നി. അവർ പറഞ്ഞു, ഞങ്ങൾ ഇതാ വരുന്നെന്നും പറഞ്ഞ് ആരാധന കഴിഞ്ഞിട്ട് പോയി ഞങ്ങൾക്ക് വേണ്ട അരി, ഒട്ട്, പഞ്ചസാര, ആട്ട, എണ്ണ, ഇതിൻ്റെ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് അവർ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്ന അനുഭവങ്ങളുണ്ട്. ആമേൻ. ആ ദൈവം എത്ര വിശ്വസ്തനാണ്. ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതിയ കരുതലാണ്. ഞങ്ങൾ വട്ടത്തിലുള്ള മണ്ണെണ്ണ സ്റ്റൗവ്, അതിനകത്ത് മണ്ണെണ്ണ തീർന്ന് വെള്ളം ഒഴിച്ചു പോലും പ്രാർത്ഥിച്ച് ചലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളിലൊക്കെ കർത്താവ് നടത്തി. സ്തോത്രം. ഇന്ന് ഞാൻ അന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് ദൈവത്തിന് നന്ദി കരയുകയാണ്. ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോസഫ് അദ്ദേഹം നമുക്ക് കുഞ്ഞുമായിട്ട് വന്നു. കുഞ്ഞിന് പാല് വാങ്ങിക്കണം രാവിലെ. അദ്ദേഹം വെളിയിൽ നിന്ന് ഡോർ അങ്ങ് പൂട്ടിയിടും. അദ്ദേഹം പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് വെളിയിലിറങ്ങി പാല് വാങ്ങിക്കാൻ പോകാൻ പറ്റുള്ളൂ കുഞ്ഞിന്. ഞാനൊരു ദിവസം അദ്ദേഹത്തെ ചോദിച്ചു, എന്തിനാ സാറേ ഇങ്ങനെ ഇത് ലോക്ക് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇറങ്ങി പോകേണ്ട, ഞങ്ങളുടെ വഴിയല്ലേ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു പക്ഷേ ഞങ്ങളുടെ വാടക തരാതെ വണ്ണം നിങ്ങളുടെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോയാൽ എൻ്റെ വാടക നഷ്ടപ്പെടും, അതുകൊണ്ടാണ് ഞാൻ കൂട്ടിയിടുന്നത് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഇങ്ങനെ നിന്ദിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി. എന്നാൽ താമസം എന്നെ അദ്ദേഹത്തിന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവറാണ്, പാൽവണ്ടി, വലിയ വണ്ടി, അതരുടെ വണ്ടി ഓടിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടായി, കാലിന് ഫ്രാക്ചറുണ്ടായി, കിടപ്പായി. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ക്ഷമ ചോദിച്ചു. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേൽ എനിക്കിങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി. അവിടെ ഞങ്ങൾ കാൽമാക്കളെയൊക്കെ ദൈവം തന്നു. ആ സ്ഥല സൗകര്യം പോരാഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. ഷിഫ്റ്റ് ചെയ്ത് 2 മുറിയുള്ള ഒരു വീടെടുത്ത് മോനും ഉണ്ട്, കുഞ്ഞുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ എടുത്ത് ഒരു മുറിയിൽ പ്രാർത്ഥന നടത്താം, മറ്റേതിൽ ആഹാരം ഉണ്ടാക്കാം, ഇങ്ങനെ എടുത്തു. അവിടെ കുറച്ച് ദിവസം താമസിച്ചുവെങ്കിലും കുഞ്ഞ് സ്റ്റൗവിൽ പിടിക്കുകയും ബുദ്ധിമുട്ടൊക്കെ. അതുപോലെ തന്നെ ബാത്റൂം കോമൺ ആണ്, പല വാടകക്കാരുണ്ട്. ബാത്റൂമിന് പോകണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കത്തോലിക്കരായ ഒരു കുടുംബം ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടു. അവർ പറഞ്ഞു, നമുക്ക് ഷെയറിങ്ങിൽ ഒരു വീടെടുക്കാം. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പം നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു മുറി കിട്ടും. അവർക്ക് 2 മുറിയും പിന്നെ കോമൺ ആയ പ്ലേസും അടുക്കള ഷെയറിങ്. അങ്ങനെ ഞങ്ങൾ ആ വീടെടുത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്നതൊക്കെ ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ആൾക്കാരൊക്കെ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടായി. പിന്നെ അവിടുന്ന്
വീട് കാലിയാക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ദൈവം വേറൊരു വീട് നമുക്ക് ഒരുക്കി തന്നു. വേറൊരു സ്നേഹിതൻ മുഖാന്തരം ഒരു കംപ്ലീറ്റ് വലിയ നല്ല സെപ്പറേറ്റ് ഒരു വീട്, ആ വീട് ഞങ്ങൾക്ക് എടുക്കുവാൻ ഇടയായി. അത് ഒരു ഹോളും ഒരു മുറിയും അതുപോലെ തന്നെ കിച്ചനും എല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഒരു വീട് ദൈവം തന്നു. അവിടേക്ക് ആരാധനയും താമസവും മാറുകയുണ്ടായി. എന്നാൽ അവിടെ ചെന്നപ്പോൾ അതിന്റെ താഴെ താമസിക്കുന്നത്, ഇത് സെക്കൻഡ് ഫ്ലോറാണ്, ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്ന ഒരു തമിഴനാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പ്രാർത്ഥന നടത്തുന്ന വലിയ അലർജിയായി പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി. അദ്ദേഹം പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. ഇവര് ഇവിടെ ആരാധന നടത്തുന്നു, അത് നടത്തുന്നു, ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണ്. അപ്പം പോലീസുകാരൊക്കെ വരികയും ഞായറാഴ്ച ദിവസങ്ങളിൽ പോലീസുകാർ വരികയും ഞങ്ങളെ ശല്യം നടത്തുകയും ആരാധന നിർത്താൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കൊണ്ടിരുന്നു. അതുപോലെ ഞങ്ങളെ സഹോദരന്മാരെ ചള്ളയ്ക്ക് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ പിന്നെ അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ഇരുന്ന് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഇന്ന പോലെ ഇത് ചെയ്യാൻ പാടില്ല, ഇതിവിടെ നിർത്തണം, വേറെ വീട് മാറിക്കോണം ഇവിടുന്ന് എന്നൊക്കെ പറയുണ്ടായി. അപ്പോൾ എൻ്റെ ഓഫീസ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഓഫീസ് ഫോൺ നമ്പർ കൊടുത്തു. അപ്പോൾ അവിടെ ഇരുന്ന ഒരു മലയാളി പുള്ളിയെ ഓഫീസ് വിളിച്ചപ്പം പുള്ളിക്ക് ഹിന്ദി അറിയത്തില്ല. ഇദ്ദേഹം ഹിന്ദിയിലാണ് പറയുന്നത്. അദ്ദേഹം അവിടുന്ന് ഇംഗ്ലീഷിൽ അങ്ങ് അടിച്ച് വിട്ടു. ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞപ്പം പുള്ളിക്ക് മനസ്സിലാകാഞ്ഞത് കൊണ്ട് ആ ഫോണങ്ങ് താത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് പറഞ്ഞു, മറ്റേ പാർട്ടികളോട് പറഞ്ഞു, ഇവർ വീട് കിട്ടുമ്പോൾ മാറിക്കോളൂ, ഇപ്പോൾ അവരെ ശല്യം ചെയ്യല്ലേ, സമയമെടുക്കും അവർ മാറാന് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇദ്ദേഹത്തിന് മാത്രമേ ഒബ്ജക്ഷൻ ഉള്ളൂ, വേറെ ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോയെന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവരുടെ പോലീസുകാരനോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത വീടുകളിലൊക്കെ ചോദിച്ചു നോക്കുക. അടുത്ത വീടുകളിലെല്ലാം അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, അവർ മലയാളത്തിൽ അവരുടെ പ്രാർത്ഥന നടക്കുന്നു, അവർ നല്ല ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല എന്ന് പറയുകയുണ്ടായി. ഒടുവിൽ ഞങ്ങൾ അവിടുന്ന് മാറേണ്ടി വന്നില്ല. അതുപോലെ തന്നെ വേറെ CID വന്നിട്ട് കംപ്ലൈന്റ് മുഖാന്തരം ഞങ്ങളെ അലമാരികൾ പരിശോധിക്കുകയും വെട്ടി പരിശോധിക്കുകയും തുണിയെല്ലാം വലിച്ചു വാരുകയും ഒക്കെ ചെയ്തു. അങ്ങനെ എല്ലാ ശല്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നമുക്ക് ഒബ്ജക്ഷനായി നിന്ന പാർട്ടികൾ ആ വീട് വിട്ടിട്ട് അവരവിടുന്ന് പോയി. ഞങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു നീണ്ട സമയങ്ങൾ. ആ വീട് പിന്നെ അതിൻ്റെ ഉടമസ്ഥൻ വിൽക്കുകയാണെന്ന് പറഞ്ഞു. ആ സമയം വരെയും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ ദൈവം അവസരം തന്നു. ഞങ്ങളെ ഓടിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചെങ്കിലും അവരെ ദൈവം ഓടിച്ചു. ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാറും. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമ്മൾ സാഹചര്യങ്ങൾ കണ്ട് ക്ഷീണിച്ചു പോകാറ് കർത്താവിൻ്റെ മുഖത്തേക്ക് നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശത്രുക്കള് ചിതറിച്ചു കളയുന്ന ദൈവമാണ്. എന്നുള്ള അനുഭവങ്ങളെല്ലാം ദൈവം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് വീട്ടില് പോവുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ വേറെ വീട്ടിലേക്ക്, ഞങ്ങളുടെ തന്നെ ഒരു ചർച്ചിൽ ഒരു സഹോദരൻ വരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഒരു വീടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ആണ്. ആ വീട്ടിലേക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങളോട് പാർസൂടൊക്കെ വാ, ഇവിടെ നമുക്ക് ആരാധന നടത്തിയും താമസിക്കും. ഞങ്ങളവിടെ പോയി താമസിച്ചു. ഒരു സ്വന്തം സഹോദരനെ പോലെ അദ്ദേഹം നമ്മുടെ കൂടെ നിന്നു. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിലൂടെ കൊടുത്തുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് അവിടെ അവിടെ 3 ബെഡ്റൂമും ഹോളും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു മുറി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിയിട്ടു. ബാക്കി ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് കഴിഞ്ഞു. സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. അവിടെ പ്രവർത്തനങ്ങൾ വിശാലമാകുവാൻ, വളരെ സ്നാനപ്പെടുവാൻ, അവിടെ ഞങ്ങൾ കൺവെൻഷനൊക്കെ നടത്തുവാൻ ഒക്കെ ദൈവം അവസരങ്ങളെ ഒരുക്കി. കൺവെൻഷനൊക്കെ നടത്താൻ ആ സഹോദരനോട് ചോദിച്ച്, പാസ്റ്റ് കൺവെൻഷൻ്റെ ഒരുങ്ങുന്നു, നോട്ടീസ് അടിക്കാൻ പൈസയുണ്ടോ? ഞാൻ പറഞ്ഞു, നോട്ടീസ് അടിക്കാൻ പൈസ നമുക്കില്ല, എന്നാൽ കൺവെൻഷൻ്റെ ആവശ്യം കഴിഞ്ഞ് മീതി അടക്കത്തെ ഗുണം ദൈവം അത്ഭുതം പ്രവർത്തിക്കും, വേറെ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കൺവെൻഷൻ നടത്തി. ഞങ്ങൾ കൺവെൻഷൻ അനുഗ്രഹപ്പെട്ട രീതി നടത്തുവാനും അത് ബാലൻസ് എടുക്കുവാൻ്റെ ഗുണം ദൈവം അത്ഭുതമായ വഴികളെ ദൈവം തുറന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹപ്പെട്ട രീതിയിൽ കൺവെൻഷൻ നടന്നു. കേരളത്തിൽ നിന്ന് പാസ്റ്റർ PG മാത്യൂസ് ചർച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ഒരു പൈലി എന്ന് വേറും അങ്ങനെ വളരെ കടന്നു വന്ന് അനുഗ്രഹപ്പെട്ട രീതിയിൽ കൺവെൻഷൻ നടക്കുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. അതിനുശേഷം ഒരു കാര്യം സംഭവിച്ചു. ഞാനേക്ക് പെട്ടെന്ന് പനി പോലെ വന്ന് അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. മഞ്ഞപ്പിത്തം പിടിച്ച് ഞാൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത്
ഞാൻ അബോധാവസ്ഥയിലായി. ആ സമയം ഭാര്യ ഗ്ലോറി ഈ താമസിക്കുന്ന സഹോദരനോട് പറഞ്ഞു, ഇന്നപോലെ ഞാൻ ബോധമില്ലാതെ കിടക്കുമ്പോൾ അദ്ദേഹവും വേറൊരു സഹോദരനും കൂടി എന്നെ ഓട്ടോയിൽ വിളിച്ചുകൊണ്ട് വന്ന് ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിൽ ഡൽഹിയിൽ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോയി. കുറച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എവിടെ കൊണ്ടുപോകാൻ, നമ്മൾ എവിടെ കൊണ്ടുപോവാ? അവർ പറഞ്ഞു, പാസ്റ്റർ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്, പാസ്റ്റർ ബോധമില്ലാതെ കിടക്കാൻ. ഞാൻ പറഞ്ഞു, എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും, എനിക്ക് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അങ്ങനെ ആ വണ്ടി തിരിച്ചു വിട്ട് അവർക്ക് അച്ഛൻ നീരസം തോന്നിയെങ്കിലും തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടുവന്നു. ജനവും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചു. ചില ആഴ്ചകൾക്ക് ശേഷം കർത്താവ് എനിക്ക് പൂർണ്ണമായ വിടുതൽ ദൈവം എനിക്ക് തന്നു. സ്നേഹിക്കുന്ന ദൈവദാസന്മാര് യാത്രയിൽ മുഴുവൻ വന്നിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ സ്നേഹം എന്താണെന്നൊക്കെ ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ എനിക്ക് പരിപൂർണമായ സൗഖ്യം ദൈവം തന്നു. അങ്ങനെ അവിടെ അനുഗ്രഹപ്പെട്ട രീതിയിൽ പല അനുഭവങ്ങളുണ്ട്. സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങട്ടെ. അങ്ങനെ അതിന് ശേഷം ഞാൻ ഇതിനിടയിൽ തന്നെ എൻ്റെ ഫാദർ 93 ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ മാതാവ് തനിച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എൻ്റെ മാതാവ് എന്നും വിളിക്കുകയാണ്. അതിനിടയ്ക്ക് എൻ്റെ മാതാവ് സ്നാനപ്പെടാൻ ഇടയായി തീർന്നു. സങ്കരങ്ങൾ വിശ്വാസമില്ല. മാതാവ് എന്നെ വിളിക്കുക, മോനെ നീ വാടാ, ജോയ് മോനെ നീ വാ, എനിക്ക് ഇങ്ങനെ വിളിച്ച് അവസാനം ഞാൻ 95 തിരിച്ച് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനമെടുത്തു. ഞാൻ കുഞ്ഞുങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്കൂൾ അടച്ച സമയത്ത് ടിക്കറ്റ്സ് വാങ്ങിച്ച് കേരളത്തിൽ പോയി തിരിയാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു. ഞാൻ 95 മുതൽ 98 വരെ കേരളത്തിൽ നിന്നു. അവിടെ IPC ഉള്ള ബന്ധത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിനിടയ്ക്ക് 96 എൻ്റെ ഇളയ സഹോദരന് ക്യാപ്റ്റൻ അച്ചാൻ്റെ മരുമോനായിരിക്കും എൻ്റെ ഇളയ സഹോദരന് പെട്ടെന്ന് ക്യാപ്റ്റനെ എരുവേരി എന്ന് പറയുന്ന സ്ഥലത്തിട്ട് കൺവെൻഷന് ആൾക്കാരെ ഉപദ്രവിച്ചു. അദ്ദേഹം പത്തനംതിട്ട ജയിലിലൊക്കെ ആയിരുന്നു. സമയത്തിൻ്റെ അനുജനാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുകയും അദ്ദേഹത്തിന് ചില മീറ്റിങ്ങുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്ത് നാട്ടിലായിരുന്ന സമയത്ത് അവനും വല്ലാതെ മഞ്ഞപ്പിത്തം കൂടി, മലേറിയ കൂടി, ന്യൂമോണിയായി, ബ്ലഡ് ഛർദ്ദിക്കുകയും മെഡിസിൻ എടുക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് വളരെ പ്രതികൂലപരമായ സാഹചര്യം ഉണ്ടായി. എൻ്റെ അമ്മാച്ചന്മാരും എൻ്റെ പേരപ്പൻ്റെ അവരെല്ലാം വളരെ വിരോധമായി എനിക്കെതിരായിട്ട് വിഷയങ്ങളായി. ഞാൻ അവരുമായിട്ട് അവിടെ ചെന്നിട്ട് അവനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ ബലമായി കൊണ്ടുപോകരുത് എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം ക്യാപ്റ്റൻ പോലെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മോനാണ്, നിങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് എനിക്ക് എതിര് പറയാൻ പറ്റത്തില്ല. അവൻ സമ്മതമാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കൂ എന്ന് പറയുകയുണ്ടായി. അവൻ സമ്മതിച്ചില്ല. അങ്ങനെ നിരാശപ്പെട്ടു പോകുന്നു. എന്നാൽ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ട്. വളരെ പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടായി. എല്ലാവരും കൂടി ആമേൻ അവനെ നിങ്ങൾ പ്രാർത്ഥിച്ച് കൊന്നതാണ് എന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എനിക്കെതിരായിട്ട് ഭയങ്കര അടിക്കാൻ വരികയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ക്യാപ്റ്റൻ മാമ നാട്ടിലുണ്ടായിരുന്ന പുള്ളിക്കാരി ഉപദ്രവിക്കാനും തൊഴിക്കാനും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരു വിധത്തിൽ ബോഡിയെടുത്ത് മോർച്ചറി ഒക്കെ ഉണ്ടായി. അതിനുശേഷം 12 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അത് ഡെത്ത് ബോഡി അടക്കുവാൻ കഴിഞ്ഞത്. അത്രയ്ക്ക് പ്രശ്നങ്ങളായി. നാട്ടുകാർ മുഴുവൻ ഇളകി എനിക്കെതിരായിട്ട് വലിയ വിഷയങ്ങളായി. ദൈവം ഇതിലെല്ലാം മാറ്റം തന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം മാറ്റം വരുത്തി. അടിസ്ഥാനമായി ചർച്ചില് അവൻ സ്നാനപ്പെട്ടത് IPCയിലാണ്. സഭക്കാര് പറഞ്ഞു പറ്റത്തില്ല, പ്രശ്നം കാരണം എന്ന് പറഞ്ഞു. ഇതിനൊടുവില് പ്രാർത്ഥിച്ചു. ശാന്തമായി അവര് അടക്കും. ഞങ്ങളെ എല്ലാം എഴുതി സൈൻ കൊടുത്ത് അടക്കാൻ സമ്മതിച്ചു. അങ്ങനെ അടക്കം നടന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ദൈവം കൈവിട്ടില്ല. തളരാതെ നിർത്തിയ ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. IPS ബന്ധത്തിൽ അവിടെ ഒരു പുതിയൊരു പ്രവർത്തനം ആരംഭിച്ചു. ചില ഒരു കൺവെൻഷൻ നടത്തുവാനും ഒരു സൗകര്യം സ്നാനപ്പെടുത്താനും ചില കുടുംബങ്ങളെയൊക്കെ ദൈവം തന്നു. അങ്ങനെ അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ
ഒരു 13.5 സെന്റ് സ്ഥലം IPCക്ക് വേണ്ടി പുന്നവേലി ഡിസ്ട്രിക്റ്റിന് വേണ്ടി വാങ്ങിക്കുവാൻ വേണ്ടി ദൈവം ഇടയാക്കി. ആ സമയത്ത് വളരെ പ്രതികൂലമായ അവസ്ഥകളായിരുന്നു. ഷൂട്ടർ എനിക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നു, അതുപോലെ എൻ്റെ ഞങ്ങൾ ഒരു പശുവിനുണ്ടാകുന്നത് പെട്ടെന്ന് താഴെ വീണ് ചേർത്ത് പോകുന്നു. അങ്ങനെയുള്ള വലിയ വലിയ വെല്ലുവിളികളായി. ഒടുവിൽ എൻ്റെ മാതാവ് അമ്മയെ നോക്കുവാൻ വേണ്ടി പോയി. അമ്മ പറഞ്ഞു, അമ്മ നമുക്കെതിരായിട്ട് തിരിയാൻ തുടങ്ങി. എല്ലാം പ്രശ്നങ്ങളായി. ദൈവാത്മാവ് പറഞ്ഞു, നിനക്ക് ഇവിടെ എന്ത് കാര്യം, നീ ജാതികളുടെ അപ്പോസ്തലനായി നിന്നെ തെരഞ്ഞെടുത്തതാണ് എന്ന് ദൈവാത്മാവ് സംസാരിക്കുകയുണ്ടായി. പിന്നെ അതെല്ലാം കളഞ്ഞ് വീണ്ടും നോർത്തിന്റെ പ്രദേശത്തേക്ക് വീണ്ടും മടങ്ങി വരുവാൻ ഇവിടെയാക്കി. ഡൽഹിയുടെ പ്രദേശത്ത് മടങ്ങി വന്നു. ഇവിടെ വന്ന് ഞാൻ ആഗസ്റ്റിൽ ഞാൻ തിരിച്ച് 98 ആഗസ്റ്റ് ഞാൻ മടങ്ങി വന്നു. അവിടെ ഒരു പ്രവർത്തനം, ചെറിയൊരു 5-6 കുടുംബം മാത്രമുള്ള ഒരു ഹിന്ദി പ്രവർത്തനത്തിന്റെ ചുമതല ഏറ്റെടുത്തു. അവിടെ ഒരു ഹോള് പണിയായിരുന്നു. ഹോള് പണിത് അവിടെ പുതിയ ഹോളിന്റെ ചാർജ് എടുത്ത് ഞാൻ അവിടെ നിന്നു. അടുത്ത ശേഷം 99 കുഞ്ഞുങ്ങളെ കുടുംബമായി അവരെ കൊണ്ടുവന്ന് ഞങ്ങൾ അന്ന് മുതൽ ദേശത്ത് ആയിരിക്കുവാൻ ദൈവം ഇടയാക്കി. അതിനുശേഷം അവിടെയും ചില 2002 ആയപ്പോൾ ആമേൻ ദൈവാത്മാവ് അവിടുന്ന് മാറാൻ വേണ്ടി ഒരു ഗൈഡൻസ് ഒക്കെ ഉണ്ടായി. ഞങ്ങൾ ലീഡർഷിപ്പൊക്കെ തീരുമാനിച്ചെന്നാൽ മാറ്റം. ഒരു ഇവാഞ്ചലിസം ഡയറക്ടറായിട്ട് വിദേശ സഭകളൊക്കെ വിസിറ്റ് ചെയ്യുകയും മറ്റ് പ്രവർത്തന മേഖലയിലൊക്കെ പോകാനൊക്കെ തീരുമാനമെടുത്ത് അങ്ങനെ സഭയുടെ ചാർജ് വിട്ടതിന് ശേഷം വിവിധ ഇടങ്ങളിൽ യാത്ര ചെയ്യുകയും അനേകരെ സ്നാനപ്പെടുത്തുകയും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചാബ് എന്ന സ്ഥലത്ത് ഒരു ബൈബിൾ സ്കൂൾ ആരംഭിക്കുവാനും സ്ഥലം വാങ്ങിക്കുവാനും അവിടെ ബൈബിൾ സ്കൂൾ ആരംഭിക്കുവാനും ഇടയായി. ഞാൻ ബൈബിൾ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിട്ട് നമ്മളെ ഏറ്റു. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഡൽഹിയിൽ നിന്ന് മാസത്തിന് മുമ്പ് പോയി ഒരാഴ്ച അവിടെ താമസിച്ച് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കും. അതുപോലെ വേലക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കും. അതുപോലെ ഫൈനാൻഷ്യൽ ഉത്തരവാദിത്വവും എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. അതും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. സഭാപ്രവർത്തനമില്ലല്ലോ, ഇക്കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് സംഭവിച്ചത് 2006 നവംബർ 16 എനിക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. നവംബർ 15 ഞാൻ ഗരംകോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പഞ്ചാബില് സ്നാനത്തിന് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി 15 ഞങ്ങൾ തലേദിവസത്തോടെ ചെന്ന് ക്ലാസ് എടുക്കുകയുണ്ടായി. 48 പേര് സ്നാനപ്പെടാൻ വേണ്ടി ഉണ്ടായിരുന്നു. ക്ലാസ് ഒക്കെ തലേദിവസം എടുത്ത് രാത്രി വിശ്രമിച്ചു. രാവിലെ അവർ സ്നാനം നടത്താണ്ട് 7 മണിക്ക് സ്നാനവും 10 മണിക്ക് പൊതുയോഗവും ക്രമീകരിച്ചിരുന്നു. രാവിലെ സ്നാനത്തിന് ചെന്ന് വെള്ളം നോക്കിയപ്പോൾ ട്രക്ക് പിടിച്ച് ആൾക്കാരുമായിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ വെള്ളം ആരോ തുറന്നു വിട്ടു. അതുകൊണ്ട് സ്നാനം നടന്നില്ല, തിരിച്ചു വരേണ്ടി വന്നു. ശേഷം 10 മണിക്കത്തെ പൊതുയോഗം കഴിഞ്ഞ് അമ്മ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗരന്മാര് പറഞ്ഞു, അവിടുത്തെ പാസ്റ്റർ കൂടെ പറഞ്ഞു, ഇവിടെ പാസ്റ്ററെ എരുമയ്ക്ക് വെള്ളം കൊടുക്കുന്ന വലിയ ടാങ്ക് ഉണ്ട്, അത് വൃത്തിയാക്കി മോട്ടോർ വെച്ച് വെള്ളം അടിച്ചാൽ പാസ്റ്റർക്ക് അവിടെ സ്നാനപ്പെടുത്താമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, ഇത്രയും പേര് സ്നാനപ്പെടാൻ വന്നതല്ലേ, അവരെ നിരാശപ്പെടുന്ന സ്നാനം നടക്കട്ടെ. അങ്ങനെ വെള്ളം നിറച്ച് ഞങ്ങൾ സ്നാനത്തിന് വേണ്ടി പോയി. അത് വളരെ ഉയരത്തിലാണ് ഏണി വെച്ച് ടാങ്കിന്റെ മേളിൽ കയറി അകത്തൊരു ഏണി വെച്ച് അകത്ത് വെള്ളത്തിലിറങ്ങി. ഞാൻ 48 സർദാർമാരെ, എല്ലാം സർദാർമാരാണ്, എല്ലാം പകടി തലക്കെട്ട് എടുപ്പിച്ചിട്ടല്ല, തലക്കെട്ടോടുകൂടി 48 പേരെ സ്നാനപ്പെടുവാൻ കൊണ്ട് ദൈവം ഇടയാക്കി. സ്നാനം കഴിഞ്ഞ് പാസ്റ്ററുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചെന്ന് പ്രാർത്ഥിച്ച് ചായ ഇട്ട് ചായ കുടിച്ച് പ്രാർത്ഥിച്ചിറങ്ങാൻ ഒരു പെട്ടിയാണുള്ളത്. പെട്ടി എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു സഹോദരി ഓടി വന്ന് എൻ്റെ കാലയിലങ്ങ് കെട്ടിപ്പിടിച്ച് വീണു. പിന്നെ ദുഷ്ടാത്മാവാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ശാസിച്ചു, അവരുടെ സുബോധത്തോടായി അവരെ കൊണ്ട് ബൈബിളൊക്കെ വായിപ്പിച്ചതിന് ശേഷം അവിടുന്ന് ഇറങ്ങി മുന്നോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളുടെ വണ്ടി ഇട്ടിരിക്കും. ഞങ്ങളൊരു 800 മാരുതിയിലാണ് ബൈബിൾ സ്കൂളിൽ നിന്ന് ഫിറോസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അവിടേക്ക് പോയത്. ഒരു പാസ്റ്റർ, പഞ്ചാബി പാസ്റ്റർ MSC എന്ന് പറയുന്ന ദൈവാസന്റെ വണ്ടിയാണ് അദ്ദേഹം ഓടിക്കുന്നത്. ആ വണ്ടി ഒരു സർദാറിന്റെ ഗേറ്റിനകത്ത് ഇട്ടിരിക്കുകയായിരുന്നു. ആ വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ സർദാറിന്റെ ഭാര്യ വണ്ടി എടുക്കാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ഭർത്താവ് 18 വർഷമായിട്ട് തളർന്നു കിടക്കുകയാണ്, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ യേശുവിൻ്റെ ആൾക്കാരാണ്, നിങ്ങളുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, അതുകൊണ്ട്
നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുകയുണ്ടായി, നിർബന്ധിച്ചു. പിന്നെ ഒന്നാമത് ഞങ്ങൾ നിർത്തിവെക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തിരിച്ച് പ്രോസ്കൂളിൽ എത്തണം. സന്ധ്യയാകുന്നു, നവംബറാണ്, അവിടെയൊക്കെ മഞ്ഞിന്റെ ഒക്കെ ഇതുകൊണ്ട് പെട്ടെന്ന് പോകാൻ നിർത്തിവെക്കുകയാണെന്ന് അവരുടെ നിർബന്ധം കഴിയുന്ന കാരണം ഞാൻ പറഞ്ഞു ശരി, നമുക്ക് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. അകത്തേക്ക് കയറി ചെന്നപ്പോൾ വലിയൊരു കോട്ടിയാണ്, വലിയ വീടാണ്. അതിന്റെ സൈഡിൽ ആ സർദാറിനെ കിടത്തിയിരിക്കുകയാണ്. അവിടേക്ക് ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര നാറ്റം. തന്നെയല്ല, അദ്ദേഹം അങ്ങ് അലറാൻ തുടങ്ങി. അദ്ദേഹത്തിലുള്ള ദുഷ്ടശക്തി അലറാൻ തുടങ്ങി. പ്രാർത്ഥിക്കണമല്ലോ, ശക്തി നിർത്തണമല്ലോ. ഞങ്ങൾ സഹോദരന്മാരോ അവിടുത്തെ പാസ്റ്റർ ഞങ്ങൾ ഒരുമിച്ച് കരം കൊടുത്ത് അമ്മീൻ അല്പനേരം പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൽ വ്യാപരിച്ച ശക്തിയെ ശാസിച്ചൊതുക്കുവാൻ ദൈവം ഇടയാക്കി. ശാന്തമായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് വിളിക്കുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ എന്താണ്, ആ മനുഷ്യന് 18 വർഷമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാതെ കിടന്ന മനുഷ്യൻ എഴുന്നേറ്റിരുന്നു. ദൈവം ഒരു അത്ഭുതം ചെയ്തു. സ്തോത്രം. അതുകൊണ്ട് അത് കണ്ടാണ് അവരെ കൂവിയത്. അങ്ങനെ ദൈവം വിടുവിച്ചു. അവർക്ക് പ്രാർത്ഥിച്ച് പാസ്റ്ററോട് സഹകരിച്ച് പോയാൽ മതി, ദൈവം പൂർണ്ണ വിടുതൽ തരുമെന്ന് പറഞ്ഞ് തിരിച്ചവിടുന്ന് മടങ്ങി. ഈ കാറിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അമേൻ ധരംകോട്ടുനിന്ന് ജീരയിലേക്ക് വരുന്ന വഴിക്ക് അതുവരെ ഈ കണ്ടത്തിന്റെ സൈഡിൽ കൂടെ കാറ് പോകാനുള്ള സൈഡ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം സ്പീഡിലാണ് ഓടിക്കും. ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, പാസ്റ്റർജി സ്പീഡ് കുറച്ച് വിടണം. എന്നാ പറഞ്ഞ് നമ്മള് ഇരുട്ടല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും മെയിൻ റോഡിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് വിട്ടുപോയി. ജീര എന്ന് പറയുന്ന സ്ഥലത്ത് റോഡിൽ കയറുകയും ഒരു കുഴി റോഡിന്റെ അടുക്കുണ്ടായിരുന്നു. ആ കുഴി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സ്പീഡ് കാരണം വണ്ടി അവിടെ ഒന്നുകൂടെ സ്പീഡായിട്ട് അടുത്തൊരു തിട്ടയിൽ കൂടെ കിടിച്ചു കയറി ഒരു മരത്തിലോട്ട് ചെന്ന് ഇടിക്കുകയായിരുന്നു. ഇടിച്ച് അദ്ദേഹം റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന, ലെഫ്റ്റ് സൈഡ് എൻ്റെ സൈഡാണ്, ചെന്ന് മരത്തിലോട്ട് ഇടിക്കുന്നത്. ഇടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് രണ്ടും പൊട്ടി മുഴുവൻ കുപ്പിച്ചില്ലും എൻ്റെ കണ്ണിലും മുഖത്തും ആയിട്ട് നിറഞ്ഞു. വണ്ടി അകത്തേക്ക് ചെരിഞ്ഞ് എൻ്റെ കാല് അനക്കാൻ പറ്റത്തില്ല. കാല് അകത്തോട്ട് ജാമായി പോയി. അനക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ആ സമയത്തൊരു ട്രക്കുകാർ അതിലൂടെ കടന്നു വന്ന് അവർ കണ്ടിട്ട് ഓടി എടുത്തിയാടി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് പാറ വെച്ച് ഡോറൊക്കെ കുത്തി പൊളിച്ച് ഞങ്ങളെ എല്ലാവരെയും വെളിയിലെടുത്ത് അവരുടെ വണ്ടിയെ തന്നെ ഞങ്ങളെ അടുത്തൊരു നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയി ആക്കി. അപ്പോൾ അവര് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയുണ്ടായി. അവിടുന്ന് പിന്നെ അവിടുന്ന് അവരുടെ ഹോസ്പിറ്റലിലെ ആംബുലൻസിൽ ഞങ്ങൾ ഫിറോസ്പൂരിലുള്ള മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അതനുസരിച്ച് ഞങ്ങളെ അവിടെ കൊണ്ടാക്കി. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെയുള്ള 5 പേരെയും അവിടെ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമായതുകൊണ്ട് അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രാത്രി തന്നെ ലുധിയാനയിലുള്ള CMC ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ 12 മണി 1 മണിയൊക്കെ ആയി. ആ സമയത്ത് ഡോക്ടർമാരില്ല. പിന്നെ സ്റ്റാഫ് മലയാളിയാണെന്ന് പറഞ്ഞ് മലയാളി ഡോക്ടേഴ്സിനെ ഒക്കെ വിളിച്ചു വരുത്തി. അവരൊക്കെ വന്നു. സീരിയസ് ആണെന്ന് പറഞ്ഞ് അവർ വന്ന് അവർ നോക്കിയപ്പോൾ എൻ്റെ കണ്ണെല്ലാം നഷ്ടപ്പെട്ടതാണ്. അവര് പറഞ്ഞു, നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ചെയ്യണമെങ്കിൽ ആദ്യം പറഞ്ഞ 50,000 രൂപ കെട്ടിവെക്കണം. അതുപോലെ ബ്ലഡ് റിലേഷനായിട്ടുള്ള സൈൻ വേണം, അല്ലാണ്ട് ഞങ്ങൾക്ക് തൊടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ ആൾ പറഞ്ഞു, 30,000. കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ഞങ്ങളുടെ പൈസ ഒന്നുമില്ല, ഞങ്ങളുടെ സാഹചര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവര് ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്ത് എൻ്റെ മുഖത്തെ കുപ്പിച്ചില്ലും ചോരയും എല്ലാം ഒന്ന് ക്ലീനാക്കി, തലയെല്ലാം ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം, ഇതൊന്നും ഞാൻ അറിയുന്നില്ല, എനിക്ക് ബോധമില്ല, ആക്കിയതിന് ശേഷം അവിടുന്ന് ഡൽഹിക്ക് മറ്റോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഡൽഹിയിൽ ഹോളി ഫാമിലി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് കൊണ്ടുചെല്ലാൻ വേണ്ടിയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ ഒരു വിശ്വാസി മയൂർവാളിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസി ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം മുഖാന്തരം അവിടെ ക്രമീകരണങ്ങൾ ചെയ്തു. അങ്ങനെ അവിടെ എന്നെ കൊണ്ടുചെല്ലുവാനും നേരം വെളുത്ത് രാവിലത്തോടുകൂടി അവിടെ എത്തി കൊണ്ടുവരാനും എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, എന്നെ ബൈബിൾ സ്കൂളിൽ എത്തിച്ച് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഞാൻ വെള്ളം ചോദിച്ചതായിട്ടൊക്കെ സൗരന്മാർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വെള്ളം ഒന്നും തന്നില്ല. എന്നെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എനിക്ക് ബോധമില്ലായിരുന്നു. എൻ്റെ കണ്ണ് കംപ്ലീറ്റ് ആയിട്ട് കുപ്പിച്ചില്ല് കൊണ്ട് നിറഞ്ഞതുകൊണ്ട് പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് സംഭവം ഹോസ്പിറ്റലാണെന്ന്. എൻ്റെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്ത് എൻ്റെ ഇടത്തെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു.
എന്നുവെച്ചാൽ കുപ്പിച്ചില്ല അതുപോലെ ആയിപ്പോയത് കൊണ്ട് എടുത്തു കളഞ്ഞു. മറ്റേ കണ്ണിന്റെ ഒത്തിരി മുറിവുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം എനിക്ക് ആ കണ്ണ് തിരിച്ചു തന്നു. കർത്താവ് ഒരു കണ്ണ് തന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ആ ഒരു കണ്ണ് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് 2 കണ്ണിനും കൂടെ വരുന്ന പവർ ഇതിൽ വരുന്നത് കൊണ്ട് ഇതിന് ലോങ് ടൈം ഇല്ല, ഇത് വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ 2006 മുതൽ ഈ 2025 ഇന്നയോളം ആ ഒരു കണ്ണുകൊണ്ട് ഞാൻ നടക്കുകയും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പോകണം. ദൈവം എന്നെ ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. കാലിന് ഓപ്പറേഷൻ കൂടാതെ പറ്റത്തില്ല. ഓളി ഫാമിലിയിൽ നോക്കിയിട്ട് പറഞ്ഞു. അതിനുശേഷം ഓൾ ഇന്ത്യയിലേക്ക് അവർ തന്നെ റെഫർ ചെയ്തു. അവിടുത്തെ ഡോക്ടറുമായിട്ട് കാണിച്ചു. അവിടെ ചെന്ന് കൊണ്ട് നോക്കിയപ്പോൾ ദേഹരക്ഷയൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഓപ്പറേഷൻ കഴിയാതെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കുവാൻ ശക്തനാണ്, അതുകൊണ്ട് എന്നെ ഓപ്പറേഷൻ ചെയ്യരുതെന്ന് പറഞ്ഞു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്നെ കൊണ്ടുപോയവരൊക്കെ പറഞ്ഞു, അദ്ദേഹം അങ്ങനെയൊക്കെ പറയും, എന്നാലും ഓപ്പറേഷൻ ചെയ്യും. അദ്ദേഹം പറഞ്ഞു, പേഷ്യൻ്റെ സമ്മതമില്ലാണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ 2 വീക്ക് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. 2 ആഴ്ച ഇന്ന് കഴിഞ്ഞപ്പോൾ ചെന്ന് വീണ്ടും നോക്കിയപ്പോൾ വളരെ മാറ്റമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം ഭയങ്കരമാണ്, ഒത്തിരി മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇനിയും അവർ പറഞ്ഞ് 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു. 3ാമത് ചെന്നപ്പം ആമേൻ നോർമലായിട്ട് തീർന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇത്രയും വേദന അനുഭവിച്ചു, എൻ്റെ ശരീരത്തിൽ ഇനി കത്തിവെക്കാൻ സമ്മതിക്കല്ലേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. പിന്നെ കത്തിവെക്കാൻ അവസരം ഉണ്ടാക്കിയില്ല. ദൈവം എന്നെ വിടുവിച്ചു. സ്തോത്രം. അതുപോലെ 6 മാസം വെയിറ്റിട്ട് കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ 3 മാസത്തിൽ കൂടുതൽ കിടന്നില്ല. കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷവും ഞാൻ പഞ്ചാബിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി അല്ലെങ്കിൽ സ്നാനപ്പെടുത്തുവാനും സുവിശേഷം പറയാനും കൺവെൻഷനിൽ പ്രസംഗിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നു. ക്ഷീണിച്ചു പോകാതെ കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കണമെന്നുള്ള ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. ആമേൻ. അതിനുശേഷം കർത്താവ് ഞാൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ആമേൻ വീട്ടിൽ റൂം അതിന് മുമ്പായിട്ട് ഒരു സംഭവം പറഞ്ഞാൽ, എനിക്ക് വാടക വീട്ടിൽ ഡൽഹിക്കകത്ത് തന്നെ 18 വീട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എനിക്ക് കൂടെ ഷിഫ്റ്റ് ചെയ്യാൻ വയ്യ, എനിക്കിവിടെ ഈ പട്ടണത്തിലായിരിക്കും, നിന്റെ ഹിതമാണെങ്കിൽ എനിക്ക് ഒരു പെർമനന്റ് അഡ്രസ്സ് തരണം. കർത്താവ് എനിക്കൊരു ചെറിയ വീട് തന്നു, താഴത്തെ വീട്. ആ വീട് കിട്ടി 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത്. അതുവരെ ഞാൻ മേളത്തെ വീടുകളിലാണ് താമസിച്ചത്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വണ്ടി വാതിക്കെ കൊണ്ട് നിർത്തി എടുത്ത് കിടത്താനും ഒക്കെ സൗകര്യമായി. അങ്ങനെ ഒരു ക്രമീകരണം ചെയ്ത് തന്നതിന് ശേഷമാണ് എനിക്ക് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാക്കുവാൻ ഇടയാക്കിയത്. ദൈവത്തിന് സ്തോത്രം. മുന്നമേ അവൻ എല്ലാം അറിയുന്ന ദൈവമാണ്. നമ്മുടെ എല്ലാം അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ടല്ലോ. അതാർത്ഥ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ആ ഭവനത്തില് രോഗിയെ കിടക്കയിൽ കൊണ്ടുകൊണ്ട് ഞാൻ എന്നെ കാണുവാൻ വന്ന ആൾക്കാരെ കൊണ്ടൊക്കെ പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ചില തീരുമാനമെടുത്തു. എന്നെ കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥന എൻ്റെ വീട്ടില് ചെറിയ മുറിക്കകത്ത് തുടങ്ങി. ആമേ താമസം പിന്നെ 2008 അടുത്ത ഉള്ള ഒരു വില്ലേജിലേക്ക് വാടകയ്ക്ക് എടുത്തിട്ട് ആ ചർച്ച് ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നു. വേല വിശാലമായിക്കൊണ്ടിരിക്കുന്നു. അനേക മക്കളെ സ്നാനപ്പെടുത്തുവാനും അതുപോലെ കൂട്ടുവേലക്കാര് എനിക്ക് ഒന്നിച്ച് പ്രവർത്തിപ്പാൻ ദൈവം കൂട്ടുവേലക്കാരെ തന്നിട്ടുണ്ട്. ഇന്ത്യ പ്രവർത്തനമാണ് അത്. ഷിഫ്റ്റിംഗ് ആരാധനയ്ക്ക് സ്ഥലം ലഭിക്കാത്ത മുഖാന്തര സഭ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ വിശാലമായി ഒരു ആരാധന സ്ഥലം തരുവാൻ ഞങ്ങളുടെ ദർശനമാണ്. 5000 മെമ്പേഴ്സുള്ള സഭ, 1000 പേര് ഇരിക്കത്തക്കവണ്ണം ഒരു ആരാധന സ്ഥലം, അതിനുവേണ്ടി ഞങ്ങൾ സഭയായി വിഷയം വെച്ച് ദൈവസേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം തൻ്റെ ഹിതം പോലെ അത് ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പലവിധ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വളരെ പ്രതികൂലമായി സങ്കടത്തോടുകൂടി കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തയോടുകൂടെ നടത്തുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യങ്ങനെ പല പ്രാവശ്യം മരണത്തിൽ നിന്ന് നീക്കുപോക്ക്. കഴിഞ്ഞ 2 മാസം മുമ്പ് എനിക്ക് പെട്ടെന്ന് ഒരു പനി പോലെ വന്ന് ഒത്തിരി കൂടി. ഞാൻ വീട്ടിലായിരുന്നു ആ സമയത്ത്.
ഞാൻ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുകയും ഒരു വയറിളകി, ഞാൻ അറിയുന്നില്ല, ഞാൻ ബോധമില്ലാതെ താഴെ വീണ് കിടന്ന ആ സമയത്ത് വയറിളകി ശ്രദ്ധിച്ചു. എന്നെ ഞാൻ അറിയാതെ തന്നെ വൈഫ് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അവര് അടുത്തുള്ളവരോട് പറഞ്ഞു, അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവാക്കി. എനിക്ക് അവരോട് പറഞ്ഞ് ടൈഫോയിഡ് പനി കൂടി, ടൈഫോയിഡായി, ന്യൂമോണിയ ആയി എന്നൊക്കെ പറഞ്ഞ് അവിടെ രണ്ട് ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങിച്ചു വന്നു, എഴുതി കൊടുത്ത ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ വന്നു. ദൈവം എന്നെ സൗഖ്യമാക്കിക്കൊള്ളുമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് മോനെ കൊണ്ട് അവർ സമ്മതിക്കാൻ സൈൻ ചെയ്യിച്ച് എമർജൻസി വീട്ടിൽ വന്നു. കർത്താവ് അതിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നു. എന്നാൽ എനിക്ക് യൂറിൻ പോകുന്നതിന് പകരം ബ്ലഡ് പോയിക്കൊണ്ടിരുന്നു. അത് നിൽക്കുന്നില്ല, വളരെ പ്രയാസമായി. പിന്നെ അത് ഓപ്പറേഷനൊക്കെ നടക്കേണ്ടി വന്നു. ദൈവം ഇപ്പോൾ അതിന് കുറവുണ്ട്. ഇങ്ങനെ ഞാൻ ട്രസ്റ്റിലാണ്. ദൈവമക്കള്, ദൈവജനം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നെ വിടുവിക്കുവാൻ. ഞാൻ സേവിക്കുന്ന ദൈവം ശക്തന് ആണ്. അതെന്റെ അനുഭവമാണ്. ആ ദൈവത്തിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, എൻ്റെ മൂത്ത മകന് അവന് രക്ഷിക്കപ്പെടുവാനും എൻ്റെ രണ്ടാമക്കളെയും ഞാൻ തന്നെയാണ് സ്നാനപ്പെടുത്തിയത്. അവർ വിശ്വാസത്തില് ദൈവത്തോളം നിൽക്കുന്ന മൂത്ത മകന് കുടുംബമായി അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതിനുശേഷം ദൈവവചനം പഠിച്ച് കർത്താവിൻ്റെ എനിക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ളൊക്കെ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. സമയങ്ങൾ പലരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓർക്കുന്നു. ഡ്രസ്സുകൾ പോലും കീറിയ ഡ്രസ്സുകൾ തയ്ച്ചു കൊടുത്തൊക്കെ അമ്മയുടെ വിധത്തിലൊക്കെ ഇട്ട നാളുകളുണ്ട്. എന്നാൽ ദൈവം കുഞ്ഞുങ്ങളെ പഠിക്കാനൊക്കെ ദൈവം സഹായിച്ചു. എന്നിട്ടും അവരെയൊക്കെ അധികം എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവര് സ്വയമായി പരിശ്രമിക്കുകയും പഠിക്കുകയും ചെയ്തു. ഇന്ന് ഹരിയാനയുടെ പ്രദേശത്തെ മൂത്ത മകന് കല്യാണം കഴിഞ്ഞു. കുടുംബമായിട്ട് അവര് ഗുഡ്ഗാവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. അവരും വാടകയ്ക്കാണ് താമസിക്കുന്നതും ആരാധന നടത്തുന്ന സ്ഥലങ്ങളും. എന്നാൽ ദൈവം വലിയൊരു വിശ്വാസം അവന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അവന് വിശാലമായ ഒരു പ്രവർത്തനമാണ് അവൻ ചെയ്യുന്നത്. അവനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. യുവാക്കളായ നല്ലൊരു കൂട്ടം ആൾക്കാർ അവനോടൊപ്പം ആരാധിപ്പാനുണ്ട്. വ്യക്തമായ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ വിവിധ നിലകളിൽ അവൻ റെസ്റ്റില്ലാതെ ഇടങ്ങളിൽ മീറ്റിങ്ങുകൾക്ക് സൂക്ഷിക്കാൻ പോവുകയും വിവിധ നിലകളിൽ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുകയും അതുപോലെ സ്വന്തമായ ഒരു ട്രെയിനിങ് സെന്റർ നടത്തുകയും അതിനുള്ള സ്ഥലം ദൈവം അവന് പ്രാർത്ഥിച്ച് ദൈവം സ്ഥലം കൊടുത്തു. അതനുസരിച്ച് ട്രെയിനിങ് സെന്റർ നടത്തുകയും ഇങ്ങനെല്ലാം നിലകളെ കർത്താവിനോട് അവന് ചെയ്യാനപ്പെടുവാൻ കഴിയുമോ? കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇളയ മകനും കുടുംബമായി അവര് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു അമേരിക്കയുടെ ഒക്കെ ആയിരുന്നു ഒരു 6 വർഷത്തോളം. എന്നാൽ ദൈവം മടക്കി കൊടുത്തു. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം എൻ്റെ 2 മക്കളും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. അത് പ്രാർത്ഥിച്ചുകൊണ്ടുവന്നവരെ മടക്കി കൊണ്ടുവന്നവരെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടെയുള്ള സഭയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. യൂത്തിൻ്റെ ഇടയിൽ അവരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവന് അമേരിക്കയിൽ പോയ സമയത്ത് കൗൺസിലിങ്ങിനെ കുറിച്ച് പഠിക്കുവാനും എടുക്കാനൊക്കെ പഠിച്ച് ഇവിടെ വന്നപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ കൗൺസിലറായിട്ട് ചെറിയ ജോലിയുണ്ട്. ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതുപോലെ മകളും അവൻ്റെ ഭാര്യയും ഒരു IT കമ്പനിയിൽ ജോലിയുള്ള ബന്ധത്തിലാണ്. കർത്താവിൻ്റെ വേല എന്നുള്ള ലക്ഷ്യത്തിൽ അവർ കുടുംബമായി ആയിരിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് സഭയുടെ ദർശനത്തിന് വേണ്ടി അവരും അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അന്ത്യത്തോളം വിശ്വസ്തയോടുകൂടെ കർത്താവിൻ്റെ വേല ഞങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി സ്വീകരിക്കുവാൻ ദൈവം സഹായിക്കണം എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയേ ഉള്ളൂ. അത് മാത്രമേ ആഗ്രഹിക്കുള്ളൂ. ഞാനും എൻ്റെ കുടുംബവും യേശുവോട് ചേർന്ന് ഞങ്ങൾ യഹോവയെ സേവിക്കും. നല്ല ഓട്ടം തികയ്ക്കണം. വിശ്വസ്തയോട് അന്ത്യത്തോടെ നിൽക്കണം. അതിനുവേണ്ടി ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതുപോലെ എനിക്ക് ഞാൻ സമയത്തിൻ്റെ പരിധിയിൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അരോമറ്റിയിലുള്ള പ്രേക്ഷകരോട് പറയുവാനുള്ളത്, എന്നെ പോലെ ആരെങ്കിലും
രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ രക്ഷാനിർണയം പ്രാപിക്കണം. രക്ഷാനിർണയം പ്രാപിക്കാതെ കർത്താവിനെ കാണുവാൻ, കർത്താവിൻ്റെ സാത്മാവിൻ്റെ നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഇതോടെ ദൈവത്തിൻ്റെ കൽപ്പനയായ സ്നാനത്തോട് ഞാൻ മറന്നു നിന്നു, എനിക്ക് സ്നാനം ആവശ്യമില്ല എന്ന് പറഞ്ഞ എന്നെ സ്നാനക്കുളത്തിലേക്ക് ഇറക്കിയ ദൈവം, ഇതുള്ളവരെ സ്നാനപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇത് സ്നാനമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഈ സ്നാനപ്പെടാതെ നമുക്ക് കർത്താവിനോട് ചേരുവാൻ, സമുദായത്തോട് ചേരുവാനല്ല, ക്രിസ്തുവിനോട് ചേരാൻ ഞാൻ ഈ പാഠതരണത്തിൽ ഓർപ്പിക്കുകയാണ്. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ആ മുദ്ര പ്രാപിക്കാതെ നമ്മുടെ പാസ്പോർട്ടിൽ ആ മുദ്രയില്ലാതെ വിദേശ രാജ്യങ്ങളിൽ പോകാൻ കഴിയില്ലെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയില്ലാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് ആത്മാവിലും സത്യത്തിലും കർത്താവ് ആഗ്രഹിക്കുന്നുവെന്നാവില്ല സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. അതുപോലെ എന്ത് വില കൊടുത്തും കർത്താവിന്റെ വേല ചെയ്യണം. ആമേൻ. ഞാൻ ദൈവവേല ചെയ്യുന്നത് ഞാൻ പലരോടും പറഞ്ഞത്, എനിക്ക് ഉപദേശിമാരുടെ ഡ്യൂട്ടി എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരോട് വാങ്ങിക്കുന്ന സ്വഭാവം, അവരുടെ പോകുമ്പോൾ പൈസ കൊടുക്കുന്നു, വാങ്ങിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ കൊടുക്കുവാനാണ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ രീതിയിലൊക്കെ പറഞ്ഞ് ഉപാധികൾ പറഞ്ഞ ദൈവവേലയെ ഞാൻ അലക്ഷ്യമായി എണ്ണിയ സ്ഥാനത്ത് എൻ്റെ ദൈവം ആമേൻ ഈ വേലയ്ക്ക് വേണ്ടി ഇത്ര മഹത്വമുള്ള, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഈ മഹത്വമുള്ള ശുശ്രൂഷ, ഈ ദൈവവേലയുടെ ശ്രേഷ്ഠത എന്തെന്ന്. ഇതിൽ കവിഞ്ഞൊരു വേല ലോകത്തിൽ നമുക്ക് ലഭിക്കുകയില്ല. ഏറ്റവും വലിയ ജോലിയാണ് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സാക്ഷിയാകുക എന്നുള്ളതിൽ കവിഞ്ഞൊരു ജോലി ഈ ലോകത്തിൽ നമുക്കില്ല. അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അനേകർ ഒരുങ്ങട്ടെ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനന്റെ ഹിതത്തിനനുസരിച്ച് കൊയ്യുവാൻ തെക്കോണം നമുക്ക് ഇറങ്ങാം. നമ്മളെ ലാഭപൂർവ്വം ദൈവവേല ആ ലക്ഷ്യത്തോടു കൂടി മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം തരുന്ന ദർശനത്തിൽ നിർത്തവണ്ണം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പ്രേക്ഷകരായ ഏവർക്കും ദൈവം ഇടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. എനിക്ക് ഒരിക്കൽ കൂടി അവസരം ഒരുക്കി തന്ന ആമേൻ കർത്താവിന്റെ ദാസനും അറിവും ടിവിക്കും ഒക്കെ ഉള്ള പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. ക്ഷമയോടെ എൻ്റെ വാക്കുകളിൽ നിന്ന് ശ്രദ്ധിച്ചല്ലോ. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല കർത്താവേ, അരോമ ടിവിയിൽ കർത്താവിന്റെ ദാസനോട് ചേർന്ന് ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിപ്പാന്റെ ഗുണം സ്വർഗത്തിലെ ദൈവമേ, ഈ അവസരം ഒരുക്കി തന്നതിനാൽ ഞാൻ നിങ്ങളെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കാവേ, നിന്നിൽ ആശ്രയിക്കുന്നവരെ നീ അറിയുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വേണം ദൈവദാസന് കൊടുത്തിരിക്കുന്ന ഈ വലിയ ദർശനത്തിനായി സ്തോത്രം. ദൈവദാസന് ഈ ടി വി മുഖാന്തരം അനേകർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. അനേകരുടെ സാക്ഷ്യങ്ങൾ ഓരോ ദിവസങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന്റെ ദാസനെയും മിനിസ്ട്രിയെ ഉപയോഗിക്കുന്നുണ്ട്. സ്തോത്രം. നീ അനുഗ്രഹിക്കണമേ. അതുപോലെ ഈ സാക്ഷ്യം കേൾക്കപ്പെട്ട എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. എൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയ നാൾ കഴിഞ്ഞാലും അത് ഫലവത്തായിത്തീരുമല്ലോ. ഞങ്ങൾ വലിയൊരു ഫലം കാണുവാൻ, കേൾക്കുവാൻ, വരും ദിവസങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി ചെന്ന് കേൾക്കുവാൻ സ്വർഗമിടയാക്കണം. മിനിസ്ട്രി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോയ് വർഗീസ് അവറുകൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിറക്കിയതായ ആ ഒരുപാട് നല്ല അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ അനുഭവിച്ചതായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തില് അതൊക്കെയും മുതൽക്കൂട്ടായി തീർന്നു. മാനുഷികമായി പല സന്ദർഭങ്ങളിൽ സ്വന്തം സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവര്, വിശ്വസിച്ചതായ സുഹൃത്തുക്കളെ, സമുദായത്തിലെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ ഒഴിവാക്കിയപ്പോൾ നമ്മെ ചേർത്ത് നിർത്തിയ കർത്താവിന്റെ ക്രൂശിലെ സ്നേഹം
നടത്താമെന്ന് അരുളി ചെയ്ത ആ വാഗ്ദത്തം നമ്മെ പിന്തുടരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും ഡൽഹിയിൽ പാർത്തുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളോട് സുവിശേഷം പറയാൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ക്രിസ്തുവിലേക്ക് അതായപ്പെടുത്തുവാൻ കുടുംബമായി ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ആമേന്. ജനിച്ച് വളർത്തപ്പെട്ടതായ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ നമ്മൾ ഒരു ചർച്ചാ വിഷയമായപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപാകെ ഇന്ന് അഭിമാനത്തോടുകൂടി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യ ദീർഘായുസ്സത്തെ കർത്താവിനുണ്ട് ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് കുടുംബമായി ഏറെ അവസരങ്ങളെ ഇനി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. മാത്രമല്ല, വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ച രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ആ സമയം വിനിയോഗിക്കാവുന്നതാണ്. ദയവായി കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com